ലെറ്റർ 2 ടൈപ്സ് ആണ് ഉള്ളത്, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് എഴുതുന്നതാണ് ഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിനൊക്കെ എഴുതാണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് ലെസണായ അഡ്വഞ്ചർ ഇൻ എ ബാനിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം എന്താണ്. ദ ബോയ് വാസ് വെരി മച്ച് ത്രിൽഡ് ബൈ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ദ സ്ക്വിരൽ. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ടെല്ലിംഗ് ഹിം അബൌട്ട് ഹിസ് ന്യൂ ഫ്രണ്ട്. ഹെൽപ്പ് ഹിം കംപ്ലീറ്റ് ദ ലെറ്റർ. സോ എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കണം. ദ സ്റ്റോറിയിലെ ബോയ് മറ്റേ സ്ക്വിരലുമായിട്ടുള്ള ആ പരിചയത്തിൽ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. സോ ഈ കാര്യം അവൻ്റെ ഫ്രണ്ടിനെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അത് അറിയിക്കാനായിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ് അവനെ നമ്മൾ ലെറ്റർ എഴുതാനായിട്ട് സഹായിക്കണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഫോർമലാണോ ഇൻഫോർമലാണോ എന്നൊക്കെ മനസ്സിലാക്കണം. ഇവിടെ ചിൽഡ്രൻ, നമുക്കിതൊരു ഇൻഫോർമൽ ലെറ്റർ ആണെന്ന് മനസ്സിലായി. ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്? ആദ്യം നമ്മൾ സെൻഡറുടെ അഡ്രസ്സ് എഴുതണം, പിന്നെ ഡേറ്റ് വേണം, പിന്നെ ഒരു സല്യൂട്ടേഷൻ വേണം, പിന്നെ ലെറ്ററിൻ്റെ ബോഡി ഓഫ് ദ ലെറ്ററും, പിന്നെ കൺക്ലൂഷനും സിഗ്നേച്ചർ ഓഫ് ദ സെൻഡറും. ഇത്രയും കാര്യങ്ങളുണ്ടായ ഒരു ഇൻഫോർമൽ ലെറ്റർ ആയി. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു നമുക്ക് നോക്കാം. ചിൽഡ്രൻ, നമുക്ക് ആദ്യം സെൻഡറുടെ അഡ്രസ്സാണ്. ഇവിടെ IV കോട്ടേജ് ലാൻഡോ ഡെറാഡൂണിന് സെൻഡറുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. മിനിമം ഒരു 3 ലൈന് വരുന്ന പോലെ ചെറിയ ഒരു അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്പേസ് വിട്ടിട്ട് ഡേറ്റ് എഴുതണം. നിങ്ങൾ പരീക്ഷ എന്ന ദിവസത്തെ ഡേറ്റ് അല്ല ഇടേണ്ടത്, ഒരു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. സോ ഒരു 1997 എന്നൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, 28 ഏപ്രിൽ 1997. പിന്നെ വേണ്ട നമുക്ക് സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് എന്നൊക്കെ പറയാം. അഥവാ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനാണല്ലോ അയക്കുന്നത്. സോ അത് ഡിയർ ശ്രാവൺ, അവൻ്റെ പേര് വെച്ചിട്ട് ഡിയർ ശ്രാവൺ എന്നോ അങ്ങനെ ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക. പിന്നെ നമുക്ക് പിന്നീടുള്ളത് എന്താണ്, ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. ബോഡി ഓഫ് ദ ലെറ്ററിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. അതിലാദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു തുടക്കം, പിന്നെ മെയിൻ റീസൺ, എന്താണ് ലെറ്ററിൻ്റെ മെയിൻ റീസണും, പിന്നെ ഒരു കൺക്ലൂഷനും വരും. അപ്പോൾ ഈ ലെറ്ററിൽ നമുക്ക് നോക്കാം. ആദ്യം ഇൻട്രൊഡക്ഷൻ ഇവിടെ എന്തായിട്ടാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. ഹൗ ആർ യു എന്നൊക്കെ തുടങ്ങാം. അപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദെയർ. അപ്പോൾ നമുക്കറിയാം ഈ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദെയർ എന്ന് വെച്ചാൽ എന്താ, ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ നീ അവിടെ നിൻ്റെ ഈ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഹിയർ ഐ ആം വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് അറ്റ് ദ വില്ലേജ്. ഇവിടെ ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനോടൊപ്പം വില്ലേജിലാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഈ ലെറ്ററിൻ്റെ മെയിൻ റീസൺ ഇവിടെ മുതലാണ് വരുന്നത്. വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ എന്തൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഐ ഹാവ് ഗോട്ട് മെനി ന്യൂ ഫ്രണ്ട്സ് എ ടൈനി സ്ക്വിരൽ. എനിക്ക് കുറേ ന്യൂ ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്, ഒരു ടൈനി സ്ക്വിരൽ. ഹി വാസ് അറ്റ് ഫസ്റ്റ് വെരി അഫ്രൈഡ് ടു കം നിയർ. ആദ്യം അവൻ എന്നോട് വരാനായിട്ട് പേടിച്ചു. ബട്ട് ഐ ഡിഡിൻറ്റ് ഗിവ് അപ്പ്. പക്ഷെ ഞാൻ ഗിവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഉപേക്ഷിച്ചില്ല അല്ലെങ്കിൽ വിട്ടുകൊടുത്തില്ല എന്നൊക്കെ പറയാം. ഞാൻ വിട്ടുകൊടുത്തില്ല. ഓക്കെ, അപ്പോൾ ഡിഡിൻറ്റ് ഗിവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഉപേക്ഷിച്ചില്ല. ഓക്കെ, വിത്ത് ലിറ്റിൽ പീസസ് ഓഫ് ബിസ്ക്കറ്റ്സ് ആൻഡ് കേക്ക് ഓഫർ ടു ഹിം വി സ്ലോലി ബിക്കെയിം ഫ്രണ്ട്സ്. അങ്ങനെ കുറച്ച് കേക്ക് ബിസ്ക്കറ്റ്സ് ഒക്കെ അതിന് കൊടുത്തിട്ട് അത് മെല്ലെ ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായി. ഇറ്റ് ഈസ് റിയലി അമേസിങ് ദാറ്റ് ഹി കംസ് ടു മൈ പോക്കറ്റ് ആൻഡ് സെർച്ചസ്. അങ്ങനെ സ്ക്വിരൽ തൻ്റെ പോക്കറ്റിൽ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത് തന്നെ ഒരു അമേസിങ് ആയിട്ടുള്ള കാര്യമാണ്. മേ ബി ദ അതർ സ്ക്വിരൽസ് ഡു നോട്ട് ലൈക്ക് ഇറ്റ്. ചിലപ്പോൾ മറ്റുള്ള സ്ക്വിരൽസിനൊന്നും ഇത് ഇഷ്ടമായിരുന്നിരിക്കില്ല. സ്റ്റിൽ ഹി എൻജോയ്സ് മൈ കമ്പനി. എന്നിരുന്നാലും അത് അവൻ്റെ കമ്പനി ഇഷ്ടപ്പെട്ടിരുന്നു. ഐ വിൽ മിസ് ഹിം വെൻ ഐ റിട്ടേൺ. ഞാൻ തിരികെ പോയാൽ ഞാൻ അവനെ മിസ് ചെയ്യും. സ്റ്റിൽ ഐ വോണ്ട് ടേക്ക് ഹിം വിത്ത് മീ ആൻഡ് കീപ് ഹിം ഇൻ കേജ്. എന്നാലും ഞാൻ അവനെ എടുക്കില്ല, കൂട്ടിലടയ്ക്കുകയോ ഇല്ല. ഐ വോണ്ട് എന്ന് വെച്ചാൽ എന്താ, വോണ്ട് വിൽ നോട്ടിൻ്റെ ഷോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഐ വോണ്ട് ടേക്ക് ഹിം വിത്ത് മീ ആൻഡ് കീപ് ഹിം ഇൻ കേജ്. ഞാൻ അവനെ എടുക്കുകയോ കൂട്ടിലടയ്ക്കുകയോ ചെയ്യില്ല. ലെറ്റ് ഹിം ബി ഫ്രീ ആൻഡ് എൻജോയ് ലൈഫ്. അവൻ ഫ്രീ ആയി നടന്നോട്ടെ, ജീവിതം എൻജോയ് ചെയ്തോട്ടെ. ആഫ്റ്റർ ഹീ ഈസ് ഓൾസോ ലൈക്ക് മീ. എന്നിരുന്നാലും അവൻ എന്നെ ഇഷ്ടപ്പെടും. കം ടു മൈ ഫ്രണ്ട്സ്. ഇത്രയുമാണ് ഈ ലെറ്ററിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൺക്ലൂഷൻ ആണ്. കം ടു മൈ വില്ലേജ് ടു സീ ഹിം നെക്സ്റ്റ് ടൈം. എൻ്റെ വില്ലേജിൽ വരുമ്പോൾ അവനെ കാണാനായിട്ട് നീ വരണം. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ. സി യു സൂൺ. എൻ്റെ അന്വേഷണം എല്ലാവരെയും അറിയിക്കേ. നമുക്ക്
താമസിയാതെ ഞാൻ കാണുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ലെറ്ററിൻ്റെ ബോഡി. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത്? സെൻറ്ററിൻ്റെ സിഗ്നേച്ചറാണ്. യുവേഴ്സ് ഫ്രണ്ട്ലി റാം. ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ. നിങ്ങൾ ഈ ഫോർമാറ്റും ഈ ബോഡി ഓഫ് ദ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പഠിച്ചാൽ ഏത് ലെറ്റർ വന്നാലും നിങ്ങൾ കാര്യം ആ ലെസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ലെറ്റർ വന്നാലും നിങ്ങൾക്ക് എഴുതി ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ലെസണുമായി റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസ് എഴുതാനുള്ള ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. നോട്ടീസിൽ ആർക്കും വളരെ ഈസിയായി 5-6 മാർക്സ് വാങ്ങാം. അതിന് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഫോക്കസ് ഏരിയയിൽ വരുന്ന ലെസണുമായി റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം കാണണം. പറ്റിയാൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കണം. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ക്വസ്റ്റിനിലോട്ട് പോകാം. Drug addiction and alcoholism are major social issues today. The English Club is to conduct a seminar to make the children aware of dangers of these issues. Imagine you are the convener of English Club. Prepare a notice for it. മയക്കുമരുന്നും മദ്യപാനവും ഇന്ന് സമൂഹത്തിലെ വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഇതിൻ്റെ അപകടാവസ്ഥ കുട്ടികളെ ബോധ്യപ്പെടുത്താനായി ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. നിങ്ങളാണ് ഇംഗ്ലീഷ് ക്ലബിൻ്റെ കൺവീനർ എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. നോക്കൂ, ഈ ക്വസ്റ്റിൻ്റെ ആൻസറാണിത്. ബോക്സ് ഇട്ടിട്ടില്ല. ഞാൻ മൊബൈലിലാണ് വീഡിയോസ് ചെയ്യുന്നത്. ബോക്സ് ഇടാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. പക്ഷേ നോട്ടീസിൽ ബോക്സ് മസ്റ്റാണ് കേട്ടോ. ഓക്കെ, നോട്ടീസ് എഴുതുമ്പോൾ ആദ്യം മേലെ നോട്ടീസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. പിന്നീട് ഏത് സ്ഥാപനമാണോ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരും സ്ഥലവും എഴുതുക. പിന്നെ വേണ്ടത് ഡേറ്റ് നോട്ടീസ് എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് ഇടണം. പിന്നെ വേണ്ടത് ഹെഡിങ് ആണ്. ഇവിടെ സെമിനാർ ഓൺ ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം എന്ന് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഹെഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ തന്നെ കാണാം. ഇനി നോക്കൂ, കണ്ടന്റ്. ഓൾ സ്റ്റുഡൻസ് ആർ ഹിയർ ബൈ ഇൻഫോംഡ് ദാറ്റ് ദ ഇംഗ്ലീഷ് ക്ലബ് ഈസ് കണ്ടക്ടിങ് എ സെമിനാർ ഓൺ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം on 14th November 2020 at 10 AM in our school auditorium. All of you are expected to participate in the program. അപ്പോൾ ഇവിടെ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ആർക്കാണോ ഈ നോട്ടീസ് എത്തേണ്ടത് അവർ മെൻഷൻ ചെയ്യണം. അവരുടെ സ്റ്റുഡൻസ് ആണ്. പിന്നെ ആരാണോ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബാണ്. പിന്നെ വരുന്ന റെലവൻറ്റ് ഡീറ്റെയിൽസ് ആണ്. സെമിനാർ എന്താണ് അതിൻ്റെ വിഷയം, ഇവിടെ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം അതാണ്. പിന്നെ ഡേറ്റും സമയവും 14th November 2020 10 AM. പിന്നെ എവിടെ വെച്ചിട്ടാണെന്നുള്ളത്, അഥവാ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. പിന്നീട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുക. ഓൾ ഓഫ് യു ആർ എക്സ്പെക്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം, അല്ലെങ്കിൽ ഓൾ ഓഫ് യു വെൽക്കം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ലാസ്റ്റ് വേണ്ടത് നെയിമും സിഗ്നേച്ചറും ആണ്. ഇവിടെ ക്ലബ് സെക്രട്ടറിൻ്റെ നെയിമും സിഗ്നേച്ചറും എഴുതിയിട്ടുണ്ട്. പിന്നെ നോട്ടീസ് എഴുതുമ്പോൾ ഒരുപാട് വലിച്ച് വാരി എഴുതാൻ നിൽക്കരുത്. കുറച്ച് വേർഡ്സ് എഴുതിയാൽ മതി. അഥവാ 50 വേർഡ്സിൽ കൂടാതെ നോക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് തന്നെ വാങ്ങാം. 10ാം ക്ലാസ്സിന് മാത്രമല്ല +2നും നോട്ടീസ് ഉണ്ട് ഇംഗ്ലീഷ് എക്സാമിന്. അപ്പോൾ അവരും കൂടി ഇത് നോക്കുകയാണെങ്കിൽ അവർക്കും ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നോട്ടീസ് ചെയ്താൽ ഫുൾ മാർക്സ് നേടാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എഴുതിയാലാണ് ഈ ഫുൾ മാർക്സ് നേടാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പുട്ട് ദ നോട്ടീസ് ഇൻ എ ബോക്സ്. ഒരു ബോക്സ് വെച്ച് അതിനുള്ളിൽ നോട്ടീസ് എഴുതുക. മെൻഷൻ നെയിം, പ്ലേസ് ഓഫ് സ്കൂൾ ഓർ ഓർഗനൈസേഷൻ ഓർ ഓഫീസ്. നോട്ടീസ് എഴുതുന്ന സ്ഥാപനത്തിൻ്റെ പേരും സ്ഥലവും എഴുതുക. ആദ്യം കണ്ട നോട്ടീസിൽ ABC സ്കൂൾ കോഴിക്കോടെന്ന് എഴുതിയിരിക്കുന്നു. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ടീസ് എഴുതുമ്പോൾ വേർഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ വേർഡ് ലിമിറ്റ് ഓഫ് 50 അഥവാ 50 വാക്യത്തിൽ കൂടാതെ നോട്ടീസ് എഴുതുക. വലിച്ചു വാരി എഴുതാതിരിക്കുക. ഗീവ് ആൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ. നോട്ടീസിന് ഉചിതമായ തലക്കെട്ട് നൽകുക. നമ്മൾ ആദ്യം കണ്ട നോട്ടീസിൽ സെമിനാർ ഓൺ ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം എന്ന് കണ്ടു. മിക്കവാറും ഹെഡിങ് ക്വസ്റ്റ്യനിൽ തന്നെ കാണും. റൈറ്റ് ഡേറ്റ്. നോട്ടീസ് എഴുതുമ്പോഴുള്ള ഡേറ്റ് എഴുതുക. മെൻഷൻ ദ ടാർഗറ്റ് ഗ്രൂപ്പ്. നോട്ടീസ് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആരിൽ എത്തിക്കാനാണോ അവരെ മെൻഷൻ ചെയ്യുക. ആദ്യം കണ്ട നോട്ടീസിൽ സ്റ്റുഡൻസ് ആയിരുന്നു ടാർഗറ്റ് ഗ്രൂപ്പ്. മെൻഷൻ ഓൾ റെലവൻറ്റ് ഡീറ്റെയിൽസ് അഥവാ ഡേറ്റ്, ടൈം, എവിടെ വെച്ചാണ്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇനി ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഗസ്റ്റിൻ്റെ പേര്, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിഗ്നേച്ചറാണ് ലാസ്റ്റത്തെ കാര്യം. നമ്മൾ നേരത്തെ കണ്ട നോട്ടീസിൽ ക്ലബ് സെക്രട്ടറിൻ്റെ നെയിമും സിഗ്നേച്ചറും കണ്ടിരുന്നു. ഓക്കെ, ഈ 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും നോട്ടീസിൽ ഫുൾ മാർക്സ് നേടാം. SSLC എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് നോട്ടീസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ട്. അത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കാൻ
റൈമിംഗ് വേർഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയറ്റിക് ഡിവൈസാണിത്. 5ാം ക്ലാസ് മുതൽക്ക് തന്നെ നമ്മളിത് പഠിക്കുന്നുണ്ട്. എന്നാലൊന്ന് നോക്കാം. റൈമിംഗ് വേർഡ്സ് ആർ 2 or more words that have some same or similar ending sound. കവിതയുടെ വരികളിൽ അവസാനം വരുന്ന ഒരേപോലെ ശബ്ദമുള്ള വാക്യങ്ങളാണ് റൈമിംഗ് വേർഡ്സ്. അവ 2ഓ അതിൽ കൂടുതലോ ആയിരിക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വില്യം വേർഡ്സ്വർത്തിൻ്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിലെ ലൈൻസ് ആണിത്. ഈ ലൈൻസിലെ അവസാനം നോക്കൂ, വേർഡ്സ് നോട്ട്സ്, റിക്ലൈൻഡ്, തോട്ട്സ്, മൈൻഡ് അല്ലേ. നമുക്ക് ഈ നോട്ട്സും തോട്ട്സും പറയുമ്പോൾ ഒരുപോലെയുണ്ട്, റിക്ലൈൻഡും മൈൻഡും ഒരുപോലെയുണ്ട്. അപ്പോൾ ഈ നോട്ട്സും തോട്ട്സും റിക്ലൈൻഡും മൈൻഡുമാണ് ഈ പോയട്രിയിലെ റൈമിംഗ് വേർഡ്സ്. ഓക്കെ, നോട്ട്സും തോട്ട്സും റിക്ലൈൻഡും മൈൻഡും. ഓക്കെ, എക്സാമിന് ഇങ്ങനത്തെ ലൈൻസ് തരുമ്പോൾ ലൈൻസിൻ്റെ എൻഡിങ് വേർഡ്സ് നിങ്ങൾ പറഞ്ഞു നോക്കുക. ഒരുപോലെ ശബ്ദം വരുന്നവ റൈമിംഗ് വേർഡ്സ് ആണ്. നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് ആണ് റൈമിംഗ് സ്കീം. റൈമിംഗ് വേർഡ്സ് പോലെ എല്ലാവർക്കും റൈമിംഗ് സ്കീം എന്താണെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത് എളുപ്പമാണ്. നമുക്ക് നോക്കാം. ഈ റൈം സ്കീം ഈസ് ദ പാറ്റേൺ ഓഫ് റൈംസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ ഓഫ് എ പോയം. നമ്മൾ നേരത്തെ റൈമിംഗ് വേർഡ്സ് നോക്കിയില്ലേ, ആ റൈമിംഗ് വേർഡ്സിൻ്റെ പാറ്റേൺ ആണ് റൈമിംഗ് സ്കീം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ നമ്മൾ നോക്കിയ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിലെ ലൈൻസ് തന്നെയാണ് ഇത്. നമുക്ക് എക്സാം നോക്കാം. ഇതിൽ നമ്മൾ നേരത്തെ റൈമിംഗ് വേർഡ്സ് നോക്കി. ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്? നോട്ട്സ്, റിക്ലൈൻഡ്, തോട്ട്സ്, മൈൻഡ്. അപ്പോൾ നോട്ട്സ് അതൊരു ആദ്യത്തെ സൗണ്ട്, അതിന് നമുക്ക് എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ലൈന് റിക്ലൈൻഡ്, സെയിം സൗണ്ട് അല്ലല്ലോ, അപ്പോൾ നമ്മൾ റിക്ലൈൻഡ് വേറൊരു സൗണ്ട് ആയതുകൊണ്ട് അതിന് ബി എന്ന് കൊടുക്കാം. പക്ഷെ തോട്ട്സ് നോക്കൂ, നോട്ട്സിൻ്റെ സെയിം സൗണ്ട് ആയതുകൊണ്ട് അതേ എ ഇതിന് കൊടുക്കാം. മൈൻഡ് രണ്ടാമത്തെ ലൈനിൻ്റെ ഇതിന് മാച്ച് ആയതുകൊണ്ട് നമുക്ക് മൈൻഡിന് ബി എന്ന് കൊടുക്കാം. അപ്പോൾ എയും ബിയും എയും ബിയും, അപ്പോൾ സെയിം സൗണ്ട് സെയിം ലെറ്റർ കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് സിമില എന്താണെന്ന് നോക്കാം. എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻവോൾവിങ് ദ കമ്പാരിസൺ ഓഫ് വൺ തിങ് വിത്ത് അനദർ തിങ് ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. അപ്പോൾ ഒരു കാര്യം മറ്റൊരു കാര്യത്തെ പോലെയാണെന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുക, അപ്പോൾ അതാണ് സിമിലി. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആസ് മെറി ആസ് എ ബേർഡ് അല്ലേ. അപ്പോൾ ഒരു പക്ഷിയെ പോലെ ആഹ്ലാദകരമായിട്ട് എന്നുള്ളതാണ് ഈ ലൈൻ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷിയെ പോലെ, അങ്ങനെ പോലെ എന്ന് പറയുന്നത് അതായിരിക്കും സിമിലി. അതിന് വേണ്ടി നമുക്ക് ആസും ലൈക്കും ഉണ്ടെങ്കിൽ നമുക്ക് സിമിലി ആയിട്ട് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, വേറൊരു പോയറ്റിക് ഡിവൈസ് ആണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്താണെന്ന് നോക്കാം. ദ ഒക്കറൻസ് ഓഫ് ദ സെയിം ലെറ്റർ ഓർ സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് അഡ്ജസന്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള വാക്കുകളുടെ ലെറ്റർ, ആദ്യത്തെ ലെറ്റർ ഒരുപോലെ ആവുക, അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ ആ വേർഡ്സ് പറയുമ്പോൾ ഒരുപോലെ സൗണ്ട് വരിക. ഇത്തരം വേർഡ്സിനാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, 4 ലൈൻസ് ഉണ്ട്. അതിൽ നോക്കൂ, പുൾ പെറ്റൽസ് അല്ലെ, 2 വേർഡ്സ് ഉണ്ട്. അതിന് ഫസ്റ്റ് ലെറ്റർ എന്താണ്? രണ്ടിന്റെയും പി എന്നാണ്. അപ്പൊ ഇതൊരു അലിട്രേഷൻ ആണ്. ഇപ്പോൾ ഇനി ഗ്രീൻ ഗ്രാസ്, ബ്ലൂബെറി, ഇതൊക്കെ അലിട്രേഷന് എക്സാമ്പിൾസ് ആണ്. Okay, next personification. Personification is a poetic device where animals, plants or even inanimate objects are given human qualities. Personification എന്ന് പറയുമ്പോൾ കവിതയിൽ അല്ലെങ്കിൽ പോയത്തിൽ അനിമൽസിനോ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യന്റെ ക്വാളിറ്റീസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ 2 എക്സാമ്പിൾസ് ഉണ്ട്. ടു ഹർ ഫെയർ വർക്ക്സ്. അപ്പോൾ ടു ഹർ ഫെയർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ നേച്ചറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേച്ചറിന്റെ ഫെയർ വർക്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നേച്ചറിന്റെ മനുഷ്യന്റെ ക്വാളിറ്റീസ് കൊടുക്കുക, നേച്ചറിന് മനുഷ്യന്റെ ക്വാളിറ്റി കൊടുക്കുകയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ദ ഫ്ലവർ എൻജോയ്സ് ദ എയർ. ഫ്ലവർ എയർ എൻജോയ് ചെയ്യുകയാണ് അല്ലെ, എൻജോയ്. അപ്പോൾ എന്താണ്? ഫ്ലവറിന് മനുഷ്യന്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം ലൈൻസ് കാണുകയാണെങ്കിൽ അത് പെർസോണിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് ഇമേജറിയാണ്. ഇമേജറി എന്ന് വെച്ചാൽ ഫിഗറേറ്റീവ് ലാംഗ്വേജ് അഥവാ എന്താണ്, അലങ്കാരപൂർണമായ ഭാഷ. അപ്പോൾ 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസറി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഇത് 6 ടൈപ്സ് ആണുള്ളത്. ആദ്യത്തെ വിഷ്വൽ ഇമേജറി. വിഷ്വൽ ഇമേജറി എന്ന് വെച്ചാൽ സെൻസ് ഓഫ് സൈറ്റുമായി, കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് ഓഡിറ്ററി ഇമേജറി. ഓഡിറ്ററി ഇമേജറി എന്ന് വെച്ചാൽ സെൻസ് ഓഫ് ഹിയറിങ്ങുമായി, കേൾവിയുമായി ബന്ധപ്പെട്ടത്. ഇനി ടേക്ടൈൽ ഇമേജറി എൻഗേജസ് ദ സെൻസ് ഓഫ് ടച്ച്. ടച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജറിയാണ് ടേക്ടൈൽ. ഇനി ഓൾഫാക്ടറി ഇമേജറി എൻഗേജസ് ദ സെൻസ് ഓഫ് സ്മെല്ല്. സ്മെല്ലുമായി ബന്ധപ്പെട്ട ഒരു ഇമേജറി എന്ന് പറയുമ്പോൾ ഓൾഫാക്ടറി. പിന്നെ ഗസ്റ്റേറ്ററി ഇമേജസ് എൻഗേജസ് ദ സെൻസ് ഓഫ് ടേസ്റ്റ്. പിന്നെ ടേസ്റ്റുമായി ബന്ധപ്പെട്ടത് ഇമേജറിയാണ് ഗസ്റ്റേറ്ററി. കൈനസ്തെറ്റിക് ഇമേജറി എൻഗേജസ് ദ ഫീലിംഗ് ഓഫ് മൂവ്മെൻറ്റ്. അപ്പം ഫീലിംഗ് ഓഫ് മൂവ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടത് കൈനസ്തെറ്റിക് ഇമേജറിയാണ്. ഓക്കെ, നിങ്ങൾക്ക് സാധാരണയായിട്ട് എക്സാമിന് കാണുന്ന 2 തരം ഇമേജറിയാണ് വിഷ്വൽ, ഓഡിറ്ററി.
ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ബാലഡ് ഓഫ് ഫാദർ ഗലീഗനിലെ 2 എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സിക്ക് മാൻസ് വൈഫ് ഓപ്പണിംഗ് ദ ഡോർ. അപ്പോൾ നമുക്ക് ആ രോഗിയുടെ ഭാര്യ വാല് തുറക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ കാഴ്ചയാണ് വരുന്നത് പോയത്തിലൂടെ. അപ്പോൾ അതൊരു വിഷ്വൽ ഇമേജറിയാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കും, സ്പാരോ ചേർപ്പ്, കിളികൾ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് അതൊരു സൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓഡിറ്ററി ഇമേജറിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഈ പോയറ്റിക് ഡിവൈസസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയട്രി സെക്ഷനിൽ ഫുൾ മാർക്ക് നേടാം. എഴുതുമ്പോഴാണ് ഇംഗ്ലീഷ് സ്പീച്ചിൽ ഫുൾ മാർക്സ് കിട്ടുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ സഹിതം മലയാളം മീനിങ് പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ടും കാണണേ, എക്സാമിന് എന്തായാലും ഉപകരിക്കും. ഒട്ടും സമയം പാഴാക്കുന്നില്ല, ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം, അഡ്രസ് ദ ഓഡിയൻസ് അഥവാ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്യുക. സ്കൂളിലാണെങ്കിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നാണ് അഭിസംബോധന ചെയ്യുക. ഇനി എവറി അതർ ഒക്കേഷൻസിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് അഥവാ ഡിഗ്നിറ്ററീസ് എന്ന് വെച്ചാൽ വിശിഷ്ടാതിഥികൾ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ അഭിസംബോധന ചെയ്ത ശേഷം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കാര്യം സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ടത് തുടക്കം. എങ്ങനെയൊക്കെ തുടങ്ങാം, എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. ഇവിടെ 2 രീതികൾ പറഞ്ഞിട്ടുണ്ട്. ടുഡേ ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട്. അങ്ങനെ നമുക്ക് തുടങ്ങാം. അഥവാ ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. പിന്നെ വേറെ എങ്ങനെയൊക്കെ തുടങ്ങാം, ടുഡേ വി ഹാവ് അസംബിൾഡ് ഹിയർ ടു സെലിബ്രേറ്റ്. അപ്പോൾ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇത് സെലിബ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ട് തുടങ്ങാം. മൂന്നാമത്തെ കാര്യം, സ്പീച്ചിൽ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കണം. എങ്ങനത്തെ, ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു അബൌട്ട് ദ ഫാക്ട്, അല്ലെങ്കിൽ ലെറ്റ് us നോട്ട് forget ദ ഇമ്പോർട്ടൻസ് ഓഫ്, ഇങ്ങനത്തെ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അടുത്തത് നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം, എൻഡ് ദ സ്പീച്ച് വിത്ത്, അഥവാ സ്പീച്ച് ഇനി അവസാനിപ്പിക്കണം. അതെങ്ങനെയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം, ലെറ്റ് മീ താങ്ക് ഫോർ ദ ഓർഗനൈസേഴ്സ് ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഓൺ ദിസ് ഫൈൻ ഒക്കേഷൻ. അഥവാ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്പീച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ലെറ്റ് മീ കൺക്ലൂഡ് മൈ സ്പീച്ച്, താങ്ക് യു. ഇങ്ങനെ നമുക്ക് സ്പീച്ച് അവസാനിപ്പിക്കാം. എന്തൊക്കെയായാലും ഒരു എൻഡിങ് അവിടെ വൃത്തിയായിട്ട് എഴുതണം. ഇങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്പീച്ചിൽ ഫുൾ മാർക്സ് കിട്ടും. ഒരു എക്സാമ്പിൾ മലയാള അർത്ഥസഹിതം ഞാൻ പറഞ്ഞുതരാം. അതും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും, എക്സാമിന് എന്തായാലും ഉപകരിക്കും. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചിൽഡ്രൻ, ക്വസ്റ്റ്യൻ ഇതാണ്. മിസ്റ്റർ ജോൺ വാസ് അക്കോർഡഡ് എ വാം റിസപ്ഷൻ ഫോർ ഹിസ് ഡെഡിക്കേറ്റഡ് സർവീസ്. ഹി ഡിസൈഡഡ് ടു പ്രിപ്പയർ എ സ്പീച്ച് അബൌട്ട് ഹിസ് ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. മിസ്റ്റർ ജോണിന് തൻ്റെ ഡെഡിക്കേറ്റഡ് സർവീസിന് ഒരു സ്വീകരണം നൽകുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവിനെ കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയാനുണ്ടാകുക, അതാണ് നമ്മൾ സ്പീച്ചായിട്ട് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോകാം. ഈ സ്പീച്ച് ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് നോക്കൂ, റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വാം ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു പ്രസൻറ്റ് ഹിയർ. അപ്പോൾ ഇവിടുത്തെ ഇതാണ് അഡ്രസ് ഓഫ് ദ ഓഡിയൻസ്. അടുത്തത് എന്താണെന്ന് നോക്കാം. ഐ ആം ഡിലൈറ്റഡ് ടു ബി ഹിയർ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് മൈ ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ വഴിത്തിരിവിനെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. യു നോ ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ഹാപ്പിനെസ് ആൻഡ് സോറോസ്. നിങ്ങൾക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെയും അഥവാ സന്തോഷവും സങ്കടവും കൊണ്ട് ഇടകലർന്നതാണ്. ഐ സ്ട്രഗിൾഡ് ഇൻ മൈ ലൈഫ്. ഞാൻ ജീവിതത്തിൽ കുറേ പ്രയാസപ്പെട്ടു. വി ഷുഡ് ഫേസ് ഹാർഡ്ഷിപ്പ് ബോൾഡ്ലി ആൻഡ് കറേജിയസ്ലി. നമ്മൾ ജീവിതത്തിലെ പ്രയാസങ്ങളെ ധീരതയോടെയും ധൈര്യത്തോടെയും നേരിടണം. ഇറ്റ് ഈസ് ദ സക്സസ് ഓഫ് മൈ ലൈഫ്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ വിജയം. വെൻ ഐ വാസ് യങ് ഐ ഫെൽ ഇൻ ടു ബാഡ് കമ്പനി. ഞാൻ യുവാവായിരുന്നപ്പോൾ മോശമായ കൂട്ടുകെട്ടിൽ വീണുപോയി. വിച്ച് സ്പോയിൽഡ് മൈ ലൈഫ് കംപ്ലീറ്റ്ലി. അതെൻ്റെ ജീവിതം ആകെ നശിപ്പിച്ചു. ഐ സ്പെൻഡ് മൈ മണി ഓൺ ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ്. പന്തയത്തിനും ചൂതാട്ടത്തിനും വേണ്ടി എൻ്റെ പൈസയെല്ലാം ഞാൻ ചിലവഴിച്ചു. ഐ ഹാഡ് ടു സ്റ്റീൽ മണി ഫോർ ഗാംബ്ലിംഗ് ഫ്രം ഓഫീസ്. ചൂതാട്ടത്തിന് വേണ്ടി ഓഫീസിൽ നിന്നും എനിക്ക് മോഷ്ടിക്കേണ്ടതായി വന്നു. ഐ ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് റോങ് ഡൂയിങ്സ് ഇൻ ഡൂയിങ് ടു ഫ്ലറിഷ് മൈ ലൈഫ്. എൻ്റെ ജീവിതം പുഷ്ടിപ്പെടുത്താനായിട്ട് കുറേ റോങ് ആയിട്ടുള്ള അഥവാ തെറ്റായ രീതികൾ എനിക്ക് ചെയ്യേണ്ടതായി വന്നു. Later, I could realize that it was a great mistake in my life. പിന്നീട് ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. The kindness and affection of a landlady, the police and the doctor brought me back to life. വീട്ടുടമസ്ഥ, പോലീസ്, ഡോക്ടർ എന്നിവരുടെ സ്നേഹവും ദയയും എന്നെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. I could survive all these strenuous periods of my life with much dedication and conviction. സമർപ്പണവും ദൃഢനിശ്ചയവും കൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രയാസ നിമിഷങ്ങളെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു. സർവൈവൽ എന്ന് വെച്ചാൽ അതിജീവിക്കുക. The doctor is my hero who
ഹൂ ഷോഡ് മീ ലവ് ആൻഡ് കൈൻഡ്നസ് ഇമ്മെഷറബിളി. അളവില്ലാത്ത സ്നേഹവും കരുണയും എന്നോട് കാണിച്ച ഡോക്ടറാണ് എൻ്റെ ജീവിതത്തിലെ ഹീറോ. ഹി ഗേവ് മീ ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് പ്രോപ്പർ ഗൈഡൻസ് ടു ലീഡ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. ഫലവത്തായ ജീവിതം നയിക്കാൻ ശരിയായ മാർഗവും നല്ല മാർഗനിർദ്ദേശവും അദ്ദേഹം എനിക്ക് നൽകി. ഐ താങ്ക് ഹിം പ്രൊഫ്യൂസ്ലി ഫോർ സേവിങ് മൈ ലൈഫ്. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് അദ്ദേഹത്തിന് എൻ്റെ ധാരാളമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ലെറ്റ് മീ കൺക്ലൂഡ് മൈ ഷോർട്ട് സ്പീച്ച്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഞാൻ എൻ്റെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യട്ടെ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇതാണ് ഈ സ്പീച്ചിൻ്റെ എൻഡിങ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എൻഡ് ചെയ്യാം, പക്ഷെ ഒരു എൻഡിങ് ക്ലിയർ ആയിട്ടുള്ളൊരു എൻഡിങ് ഉണ്ടാവണം. അങ്ങനെ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീച്ചിൽ ഫുൾ മാർക്സ് നേടാം. 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു അഡ്രസ്സ് ചെയ്യണം, ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യണം, പിന്നെ ഒരു ബിഗിനിങ് ഉണ്ടാവണം, പിന്നെ നല്ല വേർഡ്സ് ഉപയോഗിക്കണം, പിന്നെ 4മതായിട്ട് നല്ലൊരു എൻഡിങ് ഉണ്ടാവണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്പീച്ചിൽ ഫുൾ മാർക്സ് കിട്ടും, ഉറപ്പാണ്. എങ്ങനെ എഴുതിയാലാണ് ക്യാരക്ടർ സ്കെച്ചിൽ ഫുൾ മാർക്സ് നേടാൻ കഴിയുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. SSLC എക്സാമിന് വരാൻ സാധ്യതയുള്ള 2 ക്യാരക്ടർ സ്കെച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡിലെ ജോൺ എന്ന കഥാപാത്രത്തിൻ്റെയും ദ സ്നേക്ക് ആൻഡ് ദ മിററിലെ ഹോമിയോപ്പതിൻ്റെയും ക്യാരക്ടർ സ്കെച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യാരക്ടർ സ്കെച്ചിൽ ഫുൾ മാർക്സ് നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ, ഉചിതമായ തലക്കെട്ട് നൽകുക. സാധാരണയായി ഏത് ക്യാരക്ടറിനെ കുറിച്ചാണോ എഴുതുന്നത് ആ ക്യാരക്ടറിൻ്റെ പേരാണ് ടൈറ്റിലായി കൊടുക്കാറ്. രണ്ടാമത്തെ കാര്യം ക്യാരക്ടേഴ്സ് പേഴ്സണാലിറ്റി, ആ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് എഴുതുക. മൂന്നാമത്തെ കാര്യം ക്യാരക്ടേഴ്സ് ഫിസിക് ഓർ അപ്പിയറൻസ്, കഥാപാത്രത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ശരീരപ്രകൃതി എങ്ങനെയാണെന്ന് എഴുതണം. ചിൽഡ്രൻ, ഇത് മാത്രം കണ്ടിട്ട് വീഡിയോ നിർത്തിപ്പോയിട്ട് ഒരു കാര്യവുമില്ല. ക്യാരക്ടർ സ്കെച്ച് കൂടി കാണണം. എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. മലയാള അർത്ഥസഹിതം നമുക്ക് പഠിക്കാം. പറ്റിയാൽ എഴുതിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു വട്ടെങ്കിലും മുഴുവനായിട്ട് കാണുക. അടുത്തത് എന്താണെന്ന് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഓർ പ്ലേ. സ്റ്റോറിയിൽ ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം യൂസ് ഓഫ് വെറൈറ്റി ഓഫ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ്. നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ വൈവിധ്യമുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാമെന്ന് മനസ്സിലാകും. ആദ്യമായിട്ട് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന സ്റ്റോറിയിലെ ജോൺ എന്ന ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ജോൺ. മിസ്റ്റർ ജോൺ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് മിസ്റ്റർ ജോൺ. ഹീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പേഴ്സൺ ഓഫ് 40s. 40 വയസ്സുകാരനായിട്ടാണ് അയാളെ ചിത്രീകരിക്കുന്നത്. ഹി വാസ് എ ഷോർട്ട് ആൻഡ് ഫെയർ വിത്ത് ബ്ലൂ ഐസ്. അയാൾ പൊക്കം കുറഞ്ഞ് നീല കണ്ണുകളുള്ള ഭംഗിയുള്ള ആളായിരുന്നു. ഹി ഹാഡ് തിൻ ഹെയർ ബിഹൈൻഡ് ഹിസ് ഫോർഹെഡ്. നെറ്റിക്ക് പിറകിലായി കനം കുറഞ്ഞ മുടിയാണ് അയാൾക്കുണ്ടായിരുന്നത്. ഹിസ് ഡാർക്ക് സ്യൂട്ട്, സോബർ ടൈ ആൻഡ് റിംലെസ് ഗ്ലാസസ് ഷോഡ് ദാറ്റ് ഹി വാസ് എ സീരിയസ് ആൻഡ് റിസർവ് ഡിസ്പൊസിഷൻ. അയാളുടെ കറുത്ത കോട്ടും സോബർ ടൈയും റിംലെസ് ഗ്ലാസ് അഥവാ അരികില്ലാത്ത കണ്ണടിയും ഗൗരവമുള്ളതും ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന മനോഭാവമുള്ള ആളാണെന്ന് എടുത്തു കാണിച്ചു. സീരിയസ് എന്ന് വെച്ചാൽ ഗൗരവമുള്ള, റിസർവ്ഡ് ഡിസ്പൊസിഷൻ എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന പ്രകൃതം. മിസ്റ്റർ ജോൺ വാസ് എൻ ഓർഫൻ ഹു ഹാഡ് ആൻ അൺഹാപ്പി ആൻഡ് മിസറബിൾ പാസ്റ്റ്. ദുഃഖവും ദുരിതവും നിറഞ്ഞ ഭൂതകാലമുള്ള ഒരു അനാഥനായിരുന്നു മിസ്റ്റർ ജോൺ. മിസറബിൾ എന്ന് വെച്ചാൽ ദുരിതം. ഹിസ് അങ്കിൾ ഫൗണ്ട് ഹിം എ ജോബ് ആസ് എ ക്ലർക്ക് ഇൻ എൻ ഓഫീസ് ബട്ട് ഹി ഫെൽ വിക്ടിം ടു എ ലൂസ് കമ്പനി. അയാളുടെ അമ്മാവൻ അയാൾക്ക് ഒരു ക്ലർക്കിൻ്റെ ജോലി തരപ്പെടുത്തി കൊടുത്തു, പക്ഷേ മോശമായ കൂട്ടുകെട്ടിൽ അയാൾ വീണുപോയി. ലൂസ് കമ്പനി എന്ന് വെച്ചാൽ മോശമായ കൂട്ടുകെട്ട്. ഹി സ്പെൻഡ് ഹിസ് മണി ലാവിഷ്ലി ഫോർ ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. ചൂതാട്ടത്തിനും പന്തയം വെക്കുന്നതിനും വേണ്ടി ധാരാളമായി അയാൾ അയാളുടെ പണം ചിലവഴിച്ചു. ലാവിഷ്ലി എന്ന് വെച്ചാൽ ധാരാളമായി, ബെറ്റിംഗ് പന്തയം വെക്കുക, ഗാംബ്ലിംഗ് മീൻസ് ചൂതാട്ടം. ഇറ്റ് പുട്ട് ഹിം ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇത് അയാളെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചു. ഹി ഹാഡ് ടു സ്റ്റീൽ മണി ഫ്രം ദ ഓഫീസ്. അയാൾക്ക് ഓഫീസിൽ നിന്നും പണം മോഷ്ടിക്കേണ്ടതായി വന്നു. ഹി വാസ് സ്കെയർഡ് ഓഫ് ബീയിങ് കോട്ട്. പിടിക്കുമെന്ന് പേടിച്ച്. ഹി ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്. അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സ്കെയർഡ് എന്ന് വെച്ചാൽ പേടിച്ചു. ഡോക്ടർ ക്രോണിൻ സേവ്ഡ് ഹിസ് ലൈഫ് ഫ്രം ദ സൂയിസൈഡ് അറ്റംപ്റ്റ്.
ഡോക്ടർ ക്രോണിൻ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും അയാളുടെ ജീവൻ രക്ഷിച്ചു. The doctor's great job gave him a new life and changed him as a hero in life. ഡോക്ടറിന്റെ ഈ മഹത്തായ പ്രവർത്തനം അയാൾക്ക് ഒരു പുതിയ ജന്മം നൽകുകയും അയാളെ ജീവിതത്തിൽ ഒരു ഹീറോ ആക്കി മാറ്റുകയും ചെയ്തു. ഇറ്റ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ് കംപ്ലീറ്റ്ലി. ഇത് അയാളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇനി നമുക്ക് ദ സ്നേക്ക് ആൻഡ് ദ മിററിലെ ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ചും എക്സാമിന് കൂടുതലായി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പറ്റിയാൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും മുഴുവനായിട്ടും ഈ ക്യാരക്ടർ സ്കെച്ച് കാണുകയെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഉപകരിക്കും. ദ ഹോമിയോപ്പതി എന്നാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, കാരണം സ്റ്റോറിയിൽ അയാളുടെ പേര് പറയുന്നില്ല. ദ യങ് ഡോക്ടർ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. യുവാവായ ഡോക്ടറാണ് കഥയിലെ പ്രധാന കഥാപാത്രം. ദ ഹോമിയോപ്പത്ത് ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. ഹോമിയോപ്പത്ത് തൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയതേ ഉള്ളൂ. ഹോമിയോപ്പത്ത് എന്ന് വെച്ചാൽ ഹോമിയോപ്പതി ചികിത്സകൻ. ദെയർഫോർ ഹിസ് ഏണിംഗ് വാസ് മീഗർ. അതുകൊണ്ട് തന്നെ അയാളുടെ വരുമാനം കുറവായിരുന്നു. മീഗർ എന്ന് വെച്ചാൽ കുറവ് അല്ലെങ്കിൽ അല്പം. ഹി വാസ് ലിവിങ് ഇൻ എ റെൻറ്റഡ് റൂം വിച്ച് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. കറണ്ട് ഇല്ലാത്ത ഒരു വാടക മുറിയിലാണ് അയാൾ താമസിച്ചിരുന്നത്. ഹി വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി ആൻഡ് വാണ്ടഡ് ഇൻ മേക്കിംഗ് ഹിംസെൽഫ് ലുക്ക് മോർ ഹാൻസം. അയാൾ വലിയൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. അയാളെ കൂടുതൽ ഭംഗിയാക്കാൻ അയാൾ ആശിച്ചു. In order to look handsome and he decided to shave daily and grow a thin mustache. കൂടുതൽ ഭംഗിയായി കാണാൻ ഡെയിലി ഷേവ് ചെയ്ത് ഒരു തിന്നായിട്ടുള്ള അഥവാ അധികം കട്ടിയില്ലാത്ത മീശ വളർത്താനും അയാൾ തീരുമാനിക്കുന്നു. മെസ്റ്റാഷ് മീൻസ് മീശ. ഹി ഓൾസോ ഹാസ് ലോട്ട്സ് ഓഫ് കൺസംഷൻ അബൌട്ട് ദ ഗേൾ ഹി വുഡ് മാരി. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ച് അയാൾക്ക് കുറേ ധാരണകളും ഉണ്ടായിരുന്നു. ഹി വിഷ് ടു മാരി എ വുമൻ ഡോക്ടർ ഹു ഈസ് റിച്ച് ആൻഡ് ഹാസ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. നല്ല മെഡിക്കൽ പ്രാക്ടീസുള്ള ഡോക്ടറും ധനികയുമായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഷീ ഷുഡ് ബി ഫാറ്റ് സോ ദാറ്റ് ഈവൻ ഇഫ് ഹീ മെയ്ഡ് സില്ലി മിസ്റ്റേക്ക് ഷീ വുഡൻ ബി ഏബിൾ ടു റൺ ആഫ്റ്റർ ഹിം. അവൾ തടിച്ചിയായിരിക്കണം. അയാൾ ചെറിയ തെറ്റുകൾ ചെയ്ത് ഓടുമ്പോൾ അവൾക്ക് പിറകെ ഓടിപ്പിടിക്കാതിരിക്കാനാണ് അയാൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. ഹീ ഈസ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആൻഡ് ഡസൻ നോ വിച്ച് മെഡിസിൻ ടു ടേക്ക് ഫോർ ട്രീറ്റിംഗ് എ സ്നേക്ക് ബൈറ്റ്. അയാൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. പാമ്പ് കടിച്ചാൽ ചികിത്സയ്ക്കായി ഏത് മരുന്നാണ് എടുക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. When the cobra coiled around his arm, he was frightened and admits that he was foolish. അയാളുടെ കയ്യിൽ കോബ്ര അല്ലെങ്കിൽ പാമ്പ് ചുറ്റിയപ്പോൾ അയാൾ പേടിക്കുകയും താനൊരു വിഡ്ഢിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഫാദർ ഗില്ലീഗൻ എന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ നമുക്ക് നോക്കാം. ആ പോയത്തിൻ്റെ അപ്രിസിയേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങളുടെ സ്വന്തം ചേച്ചി പറഞ്ഞിരുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒപ്പം ഓരോ വേർഡ്സിൻ്റെ മീനിങ്ങും പറഞ്ഞിരുന്നായിരിക്കും. വീഡിയോ മുഴുവനായും കാണൂ. ഇംഗ്ലീഷ് എക്സാമിൽ A+ നേടൂ. ഓക്കെ, ഒട്ടും സമയം പാഴാക്കുന്നില്ല, ക്ലാസ്സിലോട്ട് പോകാം. ചിൽഡ്രൻ, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലീഗൻ എന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ ഇതാ. ടെക്സ്റ്റ് ബുക്ക് കൂടി കയ്യിലെടുത്ത് ഈ പോയത്തിൻ്റെ ഒപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാകും. നേരത്തെ പറഞ്ഞ പോലെ ഈ പോയത്തിൻ്റെ അപ്രിസിയേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് പോയട്രി സെക്ഷനിൽ എങ്ങനെ ചോദ്യം വന്നാലും ഫുൾ മാർക്സ് നേടാൻ കഴിയും, ഉറപ്പാണ്. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലീഗൻ, എ നോട്ട് ഓഫ് അപ്രിസിയേഷൻ. ചിൽഡ്രൻ, ഇതാണ് ഈ അപ്രിസിയേഷൻ്റെ ടൈറ്റിൽ. അപ്പോൾ നിങ്ങൾ ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ ടൈറ്റിലായിട്ട് ആ പോയത്തിൻ്റെ പേരും അതിനോടൊപ്പം എ നോട്ട് ഓഫ് അപ്രിസിയേഷൻ എന്നുകൂടി കൊടുക്കുക. W.B. Yeats, an Irish poet and one of the notable figures of the 20th century literature, depicts in this poem the poverty and extreme religiosity of the Irish rural life of his time. 20ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധമായ എഴുത്തുകാരിൽ ഒരാളായ ഐറിഷ് പോയറ്റാണ് W.B. Yeats. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഐറിഷ് ജനതയുടെ മതപ്രതിപത്തിയും ദാരിദ്ര്യവും ഈ പോയത്തിലൂടെ അദ്ദേഹം ചിത്രീകരിക്കുന്നു. ഡെപിക്സ് മീൻസ് ചിത്രീകരിക്കുന്നു, പോവേർട്ടി മീൻസ് ദാരിദ്ര്യം. This poem tells the story of an old priest, Father Gilligan. ഈ കവിത ഫാദർ ഗിലീഗൻ എന്ന വയസ്സായ പുരോഹിതൻ്റെ കഥ പറയുന്നു. പ്രീസ്റ്റ് എന്നാൽ പുരോഹിതൻ. Half of his people in the parish were either in sick bed or already dead due to an epidemic. അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ പകുതി ജനങ്ങളും ഒരു പകർച്ചവ്യാധി കൊണ്ട് ഒന്നുകിൽ മരിച്ചവരും അല്ലെങ്കിൽ രോഗബാധിതരായി കിടപ്പിലായവരും ആയിരുന്നു. പാരിഷ് എന്ന് വെച്ചാൽ ഇടവക. Day and night Father Gilligan was in service of them and he was very tired and weak. ഫാദർ ഗിലീഗൻ രാവുപകൽ അവർക്ക് വേണ്ടി സേവനം ചെയ്ത് ക്ഷീണിച്ച് ബലഹീനനായിരുന്നു.
He could not attend one sick man's last moments as he fell asleep sitting on his chair. തൻ്റെ കശേരിയിൽ ഇരുന്ന് ഉറക്കത്തിൽ വീണുപോയതിനാൽ ഒരു രോഗിയുടെ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് പങ്കുകൊള്ളാൻ കഴിഞ്ഞില്ല. ചിൽഡ്രൻ, അപ്പോൾ ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ ആദ്യം പോയറ്റിനെ കുറിച്ച് 1-2 സെൻറ്റൻസ് എഴുതിയിട്ട് പോയറ്റ് എന്താണ് ഈ പോയത്തിലൂടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ള കാര്യം എഴുതുക. അതിനുശേഷം പോയട്രിയുടെ ബ്രീഫ് സമ്മറി എഴുതണം. അതാണിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. റിയലൈസിങ് ദാറ്റ് ഹി ഫെയിൽ ടു ഡു ഹിസ് ഡ്യൂട്ടി. തൻ്റെ കടമ ചെയ്യുന്നതിൽ താൻ പരാജയപ്പെട്ടുവെന്ന് ബോധ്യമായപ്പോൾ, റിയലൈസിങ് എന്ന് വെച്ചാൽ ബോധ്യപ്പെടുക. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഇൻ ഗ്രേറ്റ് ഗ്രീഫ് ഫാദർ ഗിലീഗൻ റോഡ് ഓൺ ഹിസ് ഹോഴ്സ് ടു ദ മാൻസ് ഹൗസ്. അടുത്ത ദിവസം അതിരാവിലെ വലിയ സങ്കടത്തോടെ കുതിരപ്പുറത്ത് കയറി ഫാദർ ഗിലീഗൻ അയാളുടെ വീട്ടിലേക്ക് പോയി. ഗ്രീഫ് എന്ന് വെച്ചാൽ സങ്കടം. അടുത്ത സെൻറ്റൻസ് നോക്കാം. വേർ ഹിസ് വൈഫ് ടോൾഡ് ദ പ്രീസ്റ്റ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഹാഡ് ഓൾറെഡി ഡൈഡ്. അവിടെ അയാളുടെ ഭാര്യ അവളുടെ ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചുപോയെന്ന് പുരോഹിതനോട് പറഞ്ഞു. ആൻഡ് ഷി ആസ്ക്ഡ് ഹിം വൈ ഹി കെയിം അഗെയിൻ. പിന്നെന്താ വീണ്ടും വന്നതെന്നും അദ്ദേഹത്തോട് അവൾ ചോദിച്ചു. ഫ്രം ഹർ ക്വസ്റ്റ്യൻ ഫാദർ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻ ഹിസ് ആബ്സെൻസ് ഗോഡ് ഹാഡ് സെൻഡ് എൻ ഏഞ്ചൽ ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്. തൻ്റെ അസാന്നിധ്യത്തിൽ ദൈവം അദ്ദേഹത്തിൻ്റെ കടമ ചെയ്യിപ്പിക്കുവാനായി ഒരു മാലാഖയെ അയച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. He knelt and cried in repentance and thanked God for his mercy. ദൈവത്തിൻ്റെ ഈ കരുണയ്ക്ക് വേണ്ടി അദ്ദേഹം പശ്ചാത്താപത്തിൽ മുട്ടുകുത്തി കരഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞു. നെൽറ്റ് എന്ന് വെച്ചാൽ മുട്ടുകുത്തുക, റെപ്പൻറ്റൻസ് പശ്ചാത്താപം. The Almighty God, having planets in his control, showed mercy upon the least of his creatures like the priest. എല്ലാ ഗ്രഹങ്ങളുടെയും നിയന്ത്രണമുള്ള സർവശക്തനായ ദൈവം പുരോഹിതനോട് കരുണ കാണിച്ച പോലെ എല്ലാ ചെറിയ സൃഷ്ടികളോടും കരുണ കാണിക്കുന്നു. A powerful and merciful God and a pious and dutiful priest are seen here. സർവശക്തനും കരുണാമയനുമായ ദൈവത്തെയും ഈശ്വരഭക്തിയും കർത്തവ്യബോധവുമുള്ള പുരോഹിതനെയും നമുക്കിവിടെ കാണാം. പയസ് എന്നാൽ ഈശ്വരഭക്തിയാണ്. ചിലർ ഇത്രയും നേരം നമ്മൾ പോയത്തിൻ്റെ ബ്രീഫ് സമ്മറിയാണ് നോക്കിയത്. ഇനി എന്താണ് ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ വേണ്ടതെന്ന് നോക്കാം. ഇനി ഈ പോയം ഏത് ടൈപ്പിൽ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നുവെന്ന് പറയണം. ലിറിക്, നെറേറ്റീവ്, ബാലഡ്, സറ്റയർ, അങ്ങനെ പോയട്രി കുറേ ടൈപ്സ് ഉണ്ട്. ദിസ് പോയം ഈസ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ബാലഡ്. ബാലഡിനുള്ള പരിപൂർണമായ ഉദാഹരണമാണ് ഈ കവിത. ബാലഡ് എന്ന് വെച്ചാൽ കവിതയിലൂടെ ഒരു കഥ പറയുക. ഇനി നമ്മൾ പോയട്രിയുടെ എലമെൻറ്റ്സ് ആണ് എഴുതേണ്ടത്. അഥവാ എത്ര ലൈൻസ് ഉണ്ട്, എത്ര സ്റ്റാൻസാസ് ഉണ്ട്, അതിൻ്റെ റൈമിംഗ് സ്കീം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ മൾട്ടിപ്പിൾ സ്റ്റാൻസാസ് ഓഫ് 4 lines, ഈച്ച് കീപ്പിംഗ് എ റെഗുലർ റൈം സ്കീം ഓഫ് ABCB. 4 വരികളുള്ള കുറേ സ്റ്റാൻസ ആയിട്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഓരോന്നിനും ABCB എന്ന റൈമിംഗ് സ്കീമാണ് ഉള്ളത്. ചിൽഡ്രൻ, റൈമിംഗ് സ്കീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. റൈമിംഗ് വേർഡ്സിൻ്റെ പാറ്റേൺ ആണിത്. ഞാൻ പോയറ്റിക് ഡിവൈസിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, സിമിലി, അലിട്രേഷൻ, ഇമാജറി ഇങ്ങനെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പരീക്ഷാ സമയത്ത് സെർച്ച് ചെയ്യാതെ എപ്പോൾ വേണമെങ്കിലും വേഗത്തിൽ എൻ്റെ ക്ലാസ്സുകൾ കാണാം. അതുമാത്രമല്ല, ഞാനിടുന്ന വീഡിയോസ് മിസ്സാവാതെയും കാണാം. ചിൽഡ്രൻ, ഇനി നമ്മൾ ഈ പോയത്തിൻ്റെ തീമാണ് എഴുതേണ്ടത്. It tells the story of an old priest and deals with the themes of his piety and death and destiny of the parishioners and above all the boundless mercy of God. ഈ കവിത ഒരു വയസ്സായ പുരോഹിതൻ്റെ കഥയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദൈവഭക്തിയും ഇടവകക്കാരുടെ മരണം അല്ലെങ്കിൽ വിധി, സർവോപരി അതിരില്ലാത്ത ദൈവത്തിൻ്റെ കരുണയുമാണ് ഇതിലെ തീം. ഇനി ഈ പോയത്തിൻ്റെ സെറ്റിങ്സ് ആണ് എഴുതേണ്ടത്, അഥവാ പശ്ചാത്തലം. ഓക്കെ, നമുക്ക് നോക്കാം. The settings of the poem is a countryside dwelled by poor people. പാവപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന ഗ്രാമീണ പ്രദേശമാണ് ഈ പോയത്തിൻ്റെ സെറ്റിങ്സ് അഥവാ പശ്ചാത്തലം. ഡ്വെൽ എന്ന് വെച്ചാൽ താമസിക്കുക, കൺട്രി സൈഡ് ഗ്രാമീണ പ്രദേശം. The mentioning of the fathers riding a horse by rocky line and fen and phrases like green soil show us more of the settings of the poem. ഫാദറിൻ്റെ കുതിരസവാരിയെ സൂചിപ്പിക്കുന്ന പാറക്കെട്ടുകളും ചതുപ്പുനിലമുള്ള ഇടനാഴിയിലൂടെ എന്നർത്ഥം വരുന്ന ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ, പിന്നെ പച്ചപ്പുൽത്തകിഴി എന്നർത്ഥം വരുന്ന ഗ്രീൻ സോഡ് എന്ന ഫ്രേസും പോയത്തിൻ്റെ സെറ്റിങ്സ് ഒരു ഗ്രാമീണ പ്രദേശത്താണെന്ന് നമുക്ക് കൂടുതലായി അറിയിച്ചു തരുന്നു.
ഇനി എഴുതേണ്ടത് പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചാണ്. പോയറ്റിക് ഡിവൈസസ് എന്ന് വെച്ചാൽ പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, സിമിലി, ഇമാജറി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, അപ്രിസിയേഷനിലോട്ട് പോകാം. പോയം ഈസ് റിച്ച് വിത്ത് വേരിയസ് ഇമേജറീസ്. വ്യത്യസ്തമായ ഇമേജറി കൊണ്ട് ഈ പോയം വിപുലമാണ്. ഇമേജറി എന്ന് വെച്ചാൽ അലങ്കാര പ്രയോഗമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജറീസ് ഉണ്ട്. വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, അങ്ങനെ കുറേ. ഈ കാര്യങ്ങളും കൂടി ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കാണണം. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉപകരിക്കും. ഈ പോയത്തിൽ 2 ടൈപ്സ് ഓഫ് ഇമേജറീസ് ഉണ്ട്. ഒന്ന് വിഷ്വലും രണ്ടാമത്തത് ഓഡിറ്ററിയുമാണ്. ആദ്യം വിഷ്വൽ ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷ്വൽ ഇമേജസ് എന്ന് വെച്ചാൽ നമ്മൾ പോയം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളാണ്. വി സീ ദ ഡസ്ക് ആൻഡ് ഡൗൺ. ഇരുണ്ട് മങ്ങിയ പ്രഭാതത്തെ നമ്മൾ കാണുന്നു. വി സീ ദ നൈറ്റ് സ്കൈ ട്വിങ്ക്ലിംഗ് വിത്ത് മില്യൺസ് ഓഫ് സ്റ്റാർസ്. ദശലക്ഷം നക്ഷത്രം തിളങ്ങുന്ന ആകാശത്തെ നമ്മൾ കാണുന്നു. ആൻഡ് വി വാച്ച് ദ ഹോൾ വേൾഡ് ഗെറ്റ് കവേർഡ് ഇൻ ഡാർക്ക്നെസ്. ഇരുട്ടിൽ മൊത്തം മൂടിപ്പോയ ഒരു ലോകത്തെ നമ്മൾ കാണുന്നു. അതുകൂടാതെ പാറക്കെട്ടുകളും പുൽത്തകിടിയുമുള്ള ഗ്രാമീണ പ്രദേശത്തുകൂടി ഫാദർ തൻ്റെ കുതിരയെ സവാരി ചെയ്യുന്നത് നമുക്ക് ഭാവനയിൽ ചിത്രീകരിക്കാൻ സാധിക്കും. ചിൽഡ്രൻ, ഇതൊക്കെയാണ് വിഷ്വൽ ഇമേജസ്. ഇനി ഓഡിറ്ററി ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഡിറ്ററി ഇമേജസ് എന്ന് വെച്ചാൽ പോയം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന, ഭാവനയിൽ കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. വി ഹിയർ ലീവ്സ് ഷേക്കിംഗ് ഇൻ ദ വിൻഡ്. ഇലകൾ കാറ്റിൽ ഇളകുന്നത് നമ്മൾ കേൾക്കുന്നു. ആൻഡ് സ്പാരോസ് ചേർപ്പിംഗ്. കിളികളുടെ ശബ്ദമുണ്ടാക്കൽ നമ്മൾ കേൾക്കുന്നു. ആൻഡ് ഓൾസോ ദ ക്രൈ ഓഫ് റെപ്പൻറ്റൻസ് ഫ്രം ദ പ്രീസ്റ്റ് കോളിംഗ് മാരോൺ മാരോൺ. പുരോഹിതൻ പശ്ചാത്തപിച്ചുകൊണ്ട് കരയുന്നതും നമുക്ക് കേൾക്കാം. പോയത്തിലെ വേറൊരു പോയറ്റിക് ടെക്നിക് അല്ലെങ്കിൽ ഡിവൈസ് ആണ് മെറ്റഫർ. മെറ്റഫർ എന്ന് വെച്ചാൽ അലങ്കാരം. ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായി കമ്പയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ദ 2 lines for half his flock were in their beds or under green sods lay are metaphoric with sick and death respectively. ഈ ഓരോ വരികളും യഥാക്രമം രോഗം, മരണം എന്നീ 2 കാര്യങ്ങളെയാണ് താരതമ്യപ്പെടുത്തുന്നത്. Denoting that half of the villagers are either in sick beds or in graves due to an epidemic. പകുതി ഗ്രാമവാസികളും ഒരു പകർച്ചവ്യാധി ബാധിച്ച് ഒന്നുകിൽ രോഗബാധിതരായി കിടപ്പിലായവരും അല്ലെങ്കിൽ മരിച്ചവരാണെന്നുമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. The lines "and God covered the world with shade and whispered to mankind" make another metaphor by comparing God to a mother. ഈ പോയത്തിലെ വേറൊരു മെറ്റഫറാണ് "and God covered the world with shade and whispered to mankind." ഈ 2 ലൈൻസും ദൈവത്തെ അമ്മയോട് സാദൃശ്യപ്പെടുത്തുന്നു. ചിൽഡ്രൻ, നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. The lines "he turned and died as merry as a bird" is an example of the literary device simile. ചിൽഡ്രൻ, വേറൊരു പോയറ്റിക് ഡിവൈസാണ് സിമിലി. സിമിലി എന്ന് വെച്ചാൽ ഒരു കാര്യം മറ്റൊരു കാര്യത്തെ പോലെയാണെന്ന് പറയുക. ഇവിടെ നോക്കൂ, ആസ് മെറി ആസ് എ ബേർഡ് അല്ലേ. അപ്പോൾ ഒരു പക്ഷിയെപ്പോലെ സന്തോഷത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ പോയത്തിൽ ആസോ ലൈക്കൊക്കെ കാണുകയാണെങ്കിൽ അത് സിമിലിക്ക് ഉദാഹരണങ്ങളാണ്. The repetition of the line "the old priest Peter Gilligan" is an example of refrain. ചിൽഡ്രൻ, റിഫ്രൈൻ എന്ന് വെച്ചാൽ വേറൊരു പോയറ്റിക് ഡിവൈസാണ്. റിഫ്രൈൻ എന്ന് വെച്ചാൽ വെറുതെ ആവർത്തിക്കുക. ചില വേർഡ്സ് ഇങ്ങനെ ആവർത്തിച്ച് വരിക, അല്ലെങ്കിൽ ഫ്രൈസസ്. ഇവിടെ നോക്കൂ, "ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ" ആവർത്തിച്ച് വരുന്നു. ചിൽഡ്രൻ, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്രിസിയേഷനായി വന്നാലും അല്ലെങ്കിൽ വേറെ എങ്ങനെ ചോദ്യം വന്നാലും ഈ പോയത്തിലെ ഫുൾ മാർക്സും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു സംശയവുമില്ല. ഇനി അപ്രിസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വട്ടം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ ടൈറ്റിൽ വേണം. രണ്ടാമതായിട്ട് 1-2 സെൻറ്റൻസ് പോയറ്റിനെ കുറിച്ച് എഴുതണം. മൂന്നാമതായിട്ട് ബ്രീഫ് സമ്മറി എഴുതണം പോയത്തിൻ്റെ. നാലാമതായിട്ട് പോയത്തിൻ്റെ തീം എഴുതണം. അഞ്ചാമത് ടൈപ്പ് ഓഫ് ദ പോയം, ബാലഡ് ആണോ, സെറ്റയർ ആണോ, നറേറ്റീവ് ആണോ, അങ്ങനെ ടൈപ്പ് ഓഫ് ദ പോയാണ്. ആറാമത് എലമെൻറ്റ്സ് ഓഫ് ദ പോയം, അഥവാ സ്റ്റാൻസാസ്, ലൈൻസ്, റൈമിംഗ് സ്കീം, അങ്ങനത്തെ കാര്യങ്ങൾ. ഏഴാമത് സെറ്റിങ്സ് ഓഫ് ദ പോയം, അഥവാ പോയത്തിൻ്റെ പശ്ചാത്തലം. എട്ടാമത് പോയറ്റിക് ഡിവൈസസ്. കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാരഗ്രാഫ് റീഡിംഗ് ക്വസ്റ്റ്യൻസ് തന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് എത്രത്തോളം വായിക്കാനും മനസ്സിലാക്കാനും ക്വസ്റ്റ്യന് റെസ്പോണ്ട് ചെയ്യാനും കഴിയുമെന്ന് ചെക്ക് ചെയ്യാനാണ് ഇത്തരം ക്വസ്റ്റ്യൻസ്. സാധാരണ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെസൺസിൽ നിന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ലെസൺസും നന്നായി വായിച്ചു നോക്കണം. മാത്രമല്ല ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ എല്ലാം മലയാളം പ്ലസ് ഇംഗ്ലീഷ് മീനിങ് പഠിച്ചിരിക്കണം.
ചിൽഡ്രൻ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ്സും അതിൻ്റെ മീനിങ്ങും ആൻസറിൽ വരുന്ന കീവേഡ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹൂ എന്ന് വെച്ചാൽ ആര് എന്നാണ് അർത്ഥം. പേഴ്സൺ ആയിരിക്കും എൻ്റെ ആൻസറായിട്ട് വരിക. രണ്ടാമത്തെ വാട്ട് എന്ന് വെച്ചാൽ എന്ത്. തിങ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അഥവാ കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളായിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരിക. മൂന്നാമത്തത് വിച്ച് അഥവാ ഏത് എന്നാണ് അർത്ഥം. ചോയ്സ് അഥവാ കുറേ കാര്യങ്ങളിൽ ആൻസർ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കണം. പിന്നെ വേറെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് അർത്ഥം. അതിൻ്റെ ആൻസർ പ്ലേസ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. പിന്നെ വെൻ എന്ന് വെച്ചാൽ എപ്പോൾ. ടൈമാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഹൗ എങ്ങനെ. ഇവിടെ വേ അല്ലെങ്കിൽ മാനർ അപ്പോൾ രീതിയാണ് ഇവിടെ ആൻസറായിട്ട് വരിക. പിന്നെ വൈ എന്തുകൊണ്ട്. റീസൺ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ അഥവാ കാരണം അല്ലെങ്കിൽ വിശദീകരണമായിരിക്കും ഇവിടെ ആൻസറായിട്ട് വരിക. ഹൗ ലോങ് ഏതുവരെ. അഥവാ ഇവിടെ ഡ്യൂറേഷനാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. പിന്നെ ഹൗ മെനി എന്ന് വെച്ചാൽ എത്ര എണ്ണം. നമ്പർ ഓഫ് പേഴ്സൺ ആവാം അല്ലെങ്കിൽ തിങ് ആവാം. അഥവാ വസ്തുക്കളുടെയോ ആളുകളുടെയോ എണ്ണമാണ് ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. പിന്നെ ഹൗ മച്ച് എന്ന് വെച്ചാൽ എത്ര. അഥവാ ഹൗ ഓൾഡ് എന്ന് വെച്ചാൽ എത്ര വയസ്സ് എന്നാണ്. അപ്പോൾ ഏജ് ആയിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ചിൽഡ്രൻ ഈ 14 ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രം കണ്ടിട്ട് വീഡിയോ നിർത്തി പോയിട്ട് കാര്യമില്ല. ഫോക്കസ് ഏരിയയിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതും കൂടി കാണണം. ഹൗ ഓഫൺ എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ എന്നാണ് അർത്ഥം. അഥവാ ഫ്രീക്വൻസിയാണ് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ എപ്പോഴുമാണോ അല്ലെങ്കിൽ വല്ലപ്പോഴുമാണോ ചിലപ്പോഴാണോ അങ്ങനത്തെ കാര്യങ്ങളാണ് ആൻസറായിട്ട് വരിക. അടുത്തത് പിക്ക് ഔട്ട് ഓർ ഫൈൻഡ് ഔട്ട് എ വേർഡ് അഥവാ ഒരു വാക്യം കണ്ടെത്തുക. ആൻസറിൽ ഒരു വാക്യം മാത്രമാണ് എഴുതേണ്ടത്. അടുത്തത് നോക്കാം. പിക്ക് ഔട്ട് ഓർ ഫൈൻഡ് ഔട്ട് വേർഡ്സ് ഓർ ഫ്രേസസ്. ഇവിടെ വാക്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. അഥവാ ഒരു വേർഡല്ല ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സോ ആൻസറായിട്ട് എഴുതണം. ചിൽഡ്രൻ കോംപ്രിഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ അഡ്വെഞ്ചർ ഇൻ എ ബാനിയൻ ട്രീയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജും അതിൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻസ് ഇൻ ദ ബാനിയൻ ട്രീ ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ? ഫിക്സ് സീസണിൽ ബാനിയൻ ട്രീയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ശേഷം ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? ദ ആൻസർ നോക്കൂ. ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബേർഡ് ഈസ് ചിയർഫുൾ ആൻഡ് ഗ്രീഡി? ഏത് ബേർഡാണ് ചിയർഫുള്ളും ഗ്രീഡിയുമായിട്ടുള്ളത്? ഇവിടെ നോക്കൂ. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ ഈസ് ചിയർഫുൾ ആൻഡ് ഗ്രീഡി എന്ന് ആൻസർ എഴുതണം. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഹൗ ഡിഡ് ദ ബോയ് ബിൽഡ് ദ പ്ലാറ്റ്ഫോം? എങ്ങനെയാണ് ബോയ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഉണ്ട്. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഐ എന്നല്ല എഴുതേണ്ടത്. അവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ദ ബോയ് എന്നല്ലേ. അപ്പോൾ നമ്മൾ ഹീ എന്ന് വേണം എഴുതാൻ. അപ്പോൾ ഹാഫ് വേ അപ്പ് ദ ട്രീ ഹി ഹാഡ് ബിൽഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം എന്നാണ് എഴുതേണ്ടത്. ഇനി നോക്കൂ നാലാമത്തെ ചോദ്യം. Pick out the word from the passage that means a minor fight or argument. Minor fight or argument എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് പാസേജിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. ഏതാണ് അതിൻ്റെ ആൻസർ? സ്ക്വാബ്ലിംഗ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഓൾ ബുക്സ് മെയ്ഡ് അപ്പ് ദ ബോയ്സ് ബാഗ് ഫോർ വെരി മിക്സഡ് റീഡിങ്? അപ്പോൾ ബോയിൻ്റെ ബാഗിൽ എന്തൊക്കെ ബുക്സ് ഉണ്ട് എന്നാണ് ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽ ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട് മെയ്ഡ് അപ്പ് ഹിസ് എന്നാണ് എഴുതേണ്ടത്. മൈ അല്ല, ഹിസ് ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിംഗ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നുകൂടി മനസ്സിലാവാൻ ഫോക്കസ് ഏരിയയിൽ വരുന്ന വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ചിൽഡ്രൻ, രണ്ടാമത്തെ എക്സാമ്പിൾ കൂടി നോക്കാം. ഇത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മേഡ് എന്ന സ്റ്റോറിയിൽ നിന്നുമാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഈസ് ദ ഓതർ അല്ലെങ്കിൽ നറേറ്റർ ഓഫ് ദ സ്റ്റോറി? അപ്പോൾ ഈ പാസേജിൽ അല്ലെങ്കിൽ ഈ സ്റ്റോറിയിൽ ആരാണ് നറേറ്റർ? നമുക്കറിയാം. ക്വസ്റ്റ്യൻ പാസേജിലും ഉണ്ട്. ഡോക്ടർ AJ ക്രൗണിനാണ് ഇതിലെ ഓതർ അല്ലെങ്കിൽ നറേറ്റർ. വേർ വാസ് ദ നറേറ്റർ ട്രാവലിംഗ് ഫ്രം? എവിടെ നിന്നാണ് നറേറ്റർ ട്രാവൽ ചെയ്ത് വരുന്നത്? ഫ്രം ന്യൂയോർക്ക്. ഓക്കെ, വാട്ട് ഡിഡ് ഓതർ നോട്ടീസ്? എന്താണ് ഓതർ നോട്ടീസ് ചെയ്തത്? ഹീ നോട്ടീസ് ദാറ്റ് സംവൺ വാസ് വാച്ചിങ് ഹിം ഓൺ ദ ഡെക്ക്. അപ്പോൾ ആരോ ഡെക്കിലിരുന്ന് തന്നെ നോക്കുന്നതാണ്. ഡെക്ക് എന്ന് വെച്ചാൽ അറിയാലോ,
കപ്പലിൻ്റെ മേൽത്തട്ട് അവിടെ ഇരുന്ന് ആരും ഓദറിനെ നോക്കുന്നതാണ് ഓദർ നോട്ടീസ് ചെയ്തത്. അടുത്തത് ബൈ പ്രൊഫഷൻ മിസ്റ്റർ ജോൺ വാസ് എ എന്താണ് സോളിസിറ്റർ. അതിൽ ക്വസ്റ്റ്യൻ അവിടെ പാസേജ് തന്നെ ഉണ്ട്, അതെടുത്ത് എഴുതിയാൽ മതി. വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദെയർ വിസിറ്റ്. അവരുടെ വിസിറ്റിൻ്റെ പർപ്പസ് എന്താണ്, അഥവാ എന്തുദ്ദേശത്തോടെയാണ് അവർ ഈ വിസിറ്റ് നടത്തിയത്? The purpose of their visit was to study how malajust children are dealt in the settlement houses. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇംഗ്ലീഷിലെ സെക്കൻഡ് ലെസനായ ദ സ്നേക്ക് ആൻഡ് ദ മിററിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ SSLC പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായി ചോദിച്ച ഒരു ഡിസ്കോഴ്സാണ് നറേറ്റീവ് റൈറ്റിംഗ് അഥവാ കഥാരൂപത്തിലുള്ള വിവരണം. ഏത് ലെസണിലെ ആയാലും ഒരു നറേറ്റീവ് റൈറ്റിംഗ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം പഠിച്ച് നമുക്ക് മോഡൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേർഡ് ബൈ വേർഡ് മലയാള അർത്ഥസഹിതം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, പറ്റിയാൽ എഴുതിയെടുക്കുക. ഓക്കെ, നറേറ്റീവ് റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നും നോക്കാം. ആദ്യത്തേത് ഗീവ് എ കാച്ചി ഹെഡിങ് അഥവാ നറേഷന് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തലക്കെട്ട് കൊടുക്കുക. അർത്ഥമുള്ള ചുരുക്കത്തിലുള്ള ഹെഡിങ് ആവാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് യൂസ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് ഫസ്റ്റ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ എന്ന് തിരിച്ചറിയുക. ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ ഐ എന്ന് വെച്ചിട്ട് വേണം പറയാൻ, അഥവാ നമ്മൾ ആ ക്യാരക്ടർ ആവും. ഇനി തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ദേ വെച്ചിട്ട് വേണം എഴുതാൻ, അഥവാ വേറെ ആർക്കോ നടന്ന സംഭവം നമ്മൾ പറയുകയാണ്. നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാകും. മൂന്നാമത്തെ കാര്യം സ്റ്റാർട്ട് ദി നറേഷൻ വിത്ത് ആൻ അട്രാക്റ്റീവ് ഓപ്പണിംഗ് സെൻറ്റൻസ്. ആകർഷകമായ വാക്യം കൊണ്ട് നറേഷൻ തുടങ്ങുക. നാലാമതായി ഡിസ്ക്രൈബ് ദി സെറ്റിംഗ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. നമ്മൾ നറേറ്റീവ് റൈറ്റിംഗ് എഴുതുമ്പോൾ സെറ്റിംഗ്സ് അഥവാ സംഭവ സ്ഥലം പിന്നെ അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം. അഞ്ചാമതായി അവോയ്ഡ് അൺനെസസറി എക്സ്പ്ലനേഷൻ. ആവശ്യമില്ലാത്ത എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഉൾപ്പെടുത്തുക. ആറാമത്തെ കാര്യം ഗീവ് ആൻ എഫക്റ്റീവ് എൻഡിങ്. നല്ലൊരു എൻഡിങ് കൊടുക്കുക. ചിൽഡ്രൻ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി എഴുതിയാൽ ഏത് നരേഷൻ വന്നാലും ഫുൾ മാർക്സ് കിട്ടുമെന്ന് ഉറപ്പാണ്. ഓക്കെ, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ക്ലാസ്സുകൾ കാണണം. എത്ര സാധാരണക്കാർക്കും കുട്ടികൾക്കും മനസ്സിലാകും വിധം വളരെ എളുപ്പമുള്ള ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സുകളും മിസ്സാവാതെ കാണാനായിട്ട് താഴെയുള്ള ബെല്ലൈക്കണിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യുക. ചിൽഡ്രൻ മോഡൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ യു ഗോ ഹോം. ഹൗ വുഡ് യു നറേറ്റ് ദ സ്റ്റോറി ടു യുവർ ബ്രദർ. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം? ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന സ്റ്റോറി നിങ്ങൾ വായിച്ച് വീട്ടിൽ പോയി ആ കഥ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സഹോദരനോട് പറയുക. അതാണ് നമ്മളിവിടെ നറേറ്റീവ് റൈറ്റിംഗ് ആയി എഴുതേണ്ടത്. ആദ്യം ഫസ്റ്റ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ എന്ന് നോക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അറിയാം ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന കഥ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അയാളുടെ മുറിയിൽ ഒരു പാമ്പ് വന്നു, ഇങ്ങനെയൊക്കെ. അപ്പോൾ അയാൾ അല്ലെങ്കിൽ ഹീന്ന് വെച്ചിട്ട് വേണം പറയാൻ, അഥവാ ഇവിടെ തേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആഫ്റ്റർ ദ ഫ്രൈറ്റനിങ് ഇൻസിഡൻറ്റ് ഹൗ വുഡ് ഡോക്ടർ നറേറ്റ് ഇറ്റ് ടു ഹിസ് ഫ്രണ്ട്സ്. തനിക്കുണ്ടായ ഭയാനകമായ സംഭവം തൻ്റെ കൂട്ടുകാരോട് ഡോക്ടർ എങ്ങനെയായിരിക്കും വിവരിക്കുക എന്നാണ് ഈ ക്വസ്റ്റ്യനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ തന്നെ സ്വന്തം അനുഭവമായതുകൊണ്ട് എനിക്ക്, ഞാൻ എന്നൊക്കെയായിരിക്കും പറയുക. അഥവാ ഫസ്റ്റ് പേഴ്സണൽ, അതായത് ഐ എന്ന് വെച്ചിട്ട് വേണം ഈ നറേറ്റീവ് റൈറ്റിംഗ് എഴുതാൻ. ഇനി വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ യു ആർ ദ ഹോമിയോപത്ത്. ഹൗ വുഡ് യു നറേറ്റ് ദ ഫ്രൈറ്റനിങ് ഇൻസിഡൻറ്റ് ടു യുവർ ഫ്രണ്ട്സ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളാണ് ഡോക്ടറെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ സംഭവം നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക എന്നാണ് ഈ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ നമ്മളാണ് ഡോക്ടറെങ്കിൽ എനിക്ക് സംഭവിച്ചു, ഞാൻ എന്നൊക്കെയായിരിക്കും പറയുക. അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് പോകാം. ആദ്യം നമുക്ക് ടൈറ്റിലാണ് വേണ്ടത്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ബ്രദറിനോട് കഥ പറയാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും പറയുക? ഞാൻ ഡോക്ടറിൻ്റെയും പാമ്പിൻ്റെയും കഥ പറയാം, അല്ലെങ്കിൽ പാമ്പിൻ്റെയും കണ്ണാടിയുടെയും കഥ പറയാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. അത് തന്നെ നമ്മുടെ നറേറ്റീവ് റൈറ്റിങ്ങിനും ടൈറ്റിലായിട്ട് കൊടുക്കാം. ആദ്യം പറഞ്ഞ പോലെ ഡോക്ടറിൻ്റെയും പാമ്പിൻ്റെയും. അപ്പോൾ എന്താണ്? ഡോക്ടർ ആൻഡ് കോബ്ര. ആ തലക്കെട്ട്
കൊടുത്താലും മതി, അല്ലെങ്കിൽ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് കൊടുത്താലും മതി. ഏതായാലും നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായും കിട്ടും. ഡിയർ, കം ആൻഡ് സിറ്റ്, ഐ വിൽ ടെൽ യു ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഡിയർ, വായിരിക്ക്, ഞാൻ നിനക്കൊരു ഇൻട്രസ്റ്റിംഗ് കഥ പറഞ്ഞു തരാം. ദ സ്റ്റോറി ഈസ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന കഥയാണത്. എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ ലോൺലി ലൈഫ് ഓഫ് എ ഡോക്ടർ ഹു എൻകൗണ്ടേഴ്സ് എ സ്നേക്ക്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ഡോക്ടർ ഒരു പാമ്പിനെ അഭിമുഖീകരിക്കുന്നതിനെ കുറിച്ചുള്ളതാണിത്. ലോൺലി, ഒറ്റയ്ക്ക്, എൻകൗണ്ടർ, അഭിമുഖീകരിക്കുക. ബഷീർസ് ലവ് ടുവാർഡ്സ് ഓൾ ക്രീച്ചേഴ്സ് ഈസ് റിവീൽഡ് ഇൻ ദിസ് സ്റ്റോറി. ബഷീറിൻ്റെ എല്ലാ ജീവജാലങ്ങളോടുമുള്ള സ്നേഹം ഇതിലൂടെ വെളിവാക്കപ്പെടുന്നു. ക്രീച്ചേഴ്സ് എന്ന് വെച്ചാൽ ജീവജാലങ്ങൾ, റിവീൽ മീൻസ് വെളിവാക്കുക. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. എ ഫ്യൂ ഡോക്ടേഴ്സ് വെയർ ഡിസ്കസിങ് അബൌട്ട് സ്നേക്സ്, ദെൻ എ ഹോമിയോപത്ത് ടോൾഡ് ദം ഹൗ എ സ്നേക്ക് ഹാഡ് കോൾഡ് അറൗണ്ട് ഹിം. കുറേ ഡോക്ടർമാർ പാമ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ തന്നെ എങ്ങനെ ഒരു പാമ്പ് ചുറ്റി എന്നതിനെക്കുറിച്ച് ഹോമിയോപത്ത് അവരോട് പറയുന്നു. It was a hot summer night about 10 o'clock. After supper, the doctor returned to his renter room. ഒരു വേനൽക്കാല രാത്രി 10 മണി സമയം അത്താഴം കഴിച്ച് അയാൾ തൻ്റെ വാടകമുറിയിലേക്ക് തിരികെ വന്നു. It was not electrified. He could hear the sound of rats. മുറി വൈദ്യുതീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എലികൾ ഓടുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ചിൽഡ്രൻ, ഇനി 3 പാരഗ്രാഫേ ഉള്ളൂ. അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. He was thinking of marrying a fat lady doctor who had plenty of money and a good medical practice. നല്ല മെഡിക്കൽ പ്രാക്ടീസും കുറേ കാശുമുള്ള ഒരു തടിച്ചിയായ ലേഡി ഡോക്ടറിനെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിക്കുകയായിരുന്നു. Suddenly, a fat snake landed on his shoulder. പെട്ടെന്ന് ഒരു വലിയ പാമ്പ് അയാളുടെ തോളിൽ വന്നു പതിച്ചു. He couldn't move or cry. അയാൾക്ക് അനങ്ങുവാനോ കരയുവാനോ സാധിച്ചില്ല. It coiled around his left arm. അത് അയാളുടെ ഇടത് കൈയെ ചുറ്റി. Its hood was spread out. അതിൻ്റെ പത്തി വിടർന്നിരുന്നു. ഹുഡ് എന്ന് വെച്ചാൽ പത്തി. Its head was only 4 inches from his face. അതിൻ്റെ തല അയാളുടെ മുഖത്ത് നിന്നും 4 ഇഞ്ച് മാത്രം ദൂരെയായിരുന്നു. After some time, it looked into the mirror on the table and saw its reflection. കുറച്ച് സമയത്തിന് ശേഷം പാമ്പ് മേശയ്ക്കു മേലെയുള്ള കണ്ണാടിയിൽ നോക്കി അതിൻ്റെ പ്രതിബിംബം കണ്ടു. Reflection means പ്രതിബിംബം. The doctor thought that it was thinking of improving its beauty. അത് അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് ഡോക്ടറിന് തോന്നി. Then it fell into his lap and moved towards the mirror. പിന്നെ അത് അയാളുടെ മടിയിലേക്ക് വീണു, കണ്ണാടിയുടെ അരികിലേക്ക് നീങ്ങി. He got up from the chair and ran out. ഡോക്ടർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്കോടി. He reached his friend's house. He smeared his body with oil and took a bath. അയാൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തി ശരീരം മുഴുവൻ എണ്ണ പുരട്ടി കുളിച്ചു. ഓക്കെ ചിട്ട് ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. The next morning he came back to his room to shift his things. അടുത്ത ദിവസം രാവിലെ മുറിയിലെ സാധനങ്ങൾ എടുത്തു മാറ്റുവാൻ അയാൾ അവിടെ വന്നു. But nothing was there. പക്ഷേ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. Some thief had stolen everything except his dirty vest. അയാളുടെ മുഷിഞ്ഞ അടിവസ്ത്രം ഒഴികെ ബാക്കിയെല്ലാം തന്നെ കള്ളൻ മോഷ്ടിച്ചിരുന്നു. ചിലർ ഇത്രയേ ഉള്ളൂ നറേറ്റീവ് റൈറ്റിംഗ്. തേർഡ് പേഴ്സൺ ആണെങ്കിൽ സമ്മറി തന്നെ എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് പേഴ്സൺ ആകുമ്പോഴാണ് നമ്മൾ ഐ എന്നൊക്കെ വെച്ചിട്ട് എഴുതാനായിട്ട്. ഡയറി എങ്ങനെ എഴുതാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഡയറി എഴുതാനൊക്കെ പഠിക്കണോ, നമുക്ക് തന്നെ ഇത് സ്വയം എഴുതാനല്ലേ ഉള്ളൂ എന്ന് ചിലർക്ക് തോന്നും. ഈസിയായ കാര്യമാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 1-2 മാർക്ക് പോകും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലും 1 മാർക്ക് പോയാലോ നിങ്ങളുടെ A+ പോകും. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് കരുതി കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാതെ എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ നോക്കുക. A+ കിട്ടാൻ സഹായിക്കുന്ന ഇംഗ്ലീഷ് എക്സാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഓക്കെ, ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെ എഴുതുമ്പോഴാണ് ഡയറിയിൽ ഫുൾ മാർക്സ് കിട്ടുന്നതെന്ന് പഠിക്കാം. അതുമാത്രമല്ല SSLC ഇംഗ്ലീഷ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഡയറീസും മലയാള അർത്ഥ സഹിതം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും A+ ഇംഗ്ലീഷിൽ നേടാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഡേ, ഡേറ്റ് ആൻഡ് ടൈം ഷുഡ് ബി എൻറ്റേർഡ് അറ്റ് ദ ടോപ്പ് റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേജ്. പേജിൻ്റെ മേലെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡായിട്ട് ദിവസം, തീയതി, സമയം എന്നിവ എഴുതുക. സമയം നമ്മൾ എപ്പോഴും മിക്കവാറും രാത്രി ആയിരിക്കും ഡയറി എഴുതുക അല്ലേ. അതുകൊണ്ട് 10 PM 11 PM എന്നൊക്കെ സമയം എഴുതാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. റൈറ്റേഴ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ത്രൂ സിമ്പിൾ ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ്. എഴുതുന്നയാളുടെ തോട്ട്സും ഫീലിങ്സും അഥവാ ചിന്തകളും വികാരങ്ങളും
ചുരുക്കത്തിലും ലളിതമായും എഴുതണം. ഫോർ എക്സാമ്പിൾ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന സ്റ്റോറിയിലെ മിസ്റ്റർ ജോൺ ഡോക്ടർ ക്രോണിനെ കുറേ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യുമ്പോൾ ആ ദിവസം എഴുതുന്ന ഡയറിയിൽ എന്തൊക്കെയായിരിക്കും എഴുതുക? ഹാപ്പിനെസ് ഉണ്ടാവും, സർപ്രൈസ് ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ ഏത് ക്യാരക്ടറാണോ ഡയറി എഴുതുന്നത് ആ ക്യാരക്ടർ നമ്മളാണെന്ന് വിചാരിച്ച് നമുക്കുണ്ടാകുന്ന ഫീലിങ്സും തോട്ട്സും എഴുതണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ലെങ്തി ആൻഡ് വേർഡ് ടു വേർഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ് ആർ ടു ബി അവോയ്ഡഡ്. അന്നത്തെ ദിവസം ഉണ്ടായ സംഭവം ചുരുക്കി എഴുതണം. എസ്സേ എഴുതുന്ന പോലെ ഡയറി വലിച്ചു നീട്ടി ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് എഴുതാതിരിക്കുക. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഇൻ്റർജെക്ഷൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ക്യാൻ ബി യൂസ്ഡ്. അഥവാ താങ്ക് ഗോഡ്, ഓ വാട്ട് എ ബാഡ് ഡേ ഇറ്റ് വാസ്, ഓ വാട്ട് എ വണ്ടർഫുൾ ഡേ, ഇങ്ങനെ ഇത്തരം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഉൾപ്പെടുത്തി ഡയറി എഴുതുക. ചിൽഡ്രൻ, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളുടെ ലെസണുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡയറി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. വീഡിയോ നിർത്തിയിട്ട് പോയിട്ടൊരു കാര്യമില്ല, എന്നിട്ട് ഇംഗ്ലീഷിൽ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. വേർഡ് ബൈ വേർഡ് മീനിങ് പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. എഴുതിയെടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ടും കാണാനെങ്കിലും ശ്രമിക്കുക. ചിൽഡ്രൻ, ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന സ്റ്റോറിയിൽ നിന്നുമാണ്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. എക്സാമിൻ്റെ ഈ തിരക്ക് പിടിച്ച സമയത്ത് സെർച്ച് ചെയ്യാതെ വേഗം എൻ്റെ ക്ലാസ്സുകൾ കാണാനും അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് മിസ്സാവാതെ കാണാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആഫ്റ്റർ ഹാവിംഗ് ഷിഫ്റ്റഡ് ടു എ ന്യൂ ഹൗസ്, ദ ഡോക്ടർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ എ ഡയറി അബൌട്ട് ദ ഹൊറിബിൾ എക്സ്പീരിയൻസ് ഹി ഹാഡ് ഇൻ ദ പ്രീവിയസ് നൈറ്റ് ഇൻ ദ ഓൾഡ് ഹൗസ്. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. ഡോക്ടർ പുതിയ വീട്ടിലേക്ക് താമസം മാറിയ ശേഷം തലേന്ന് രാത്രി തൻ്റെ പഴയ വീട്ടിൽ നടന്ന ഭയാനക സംഭവത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ആ ഡയറി നമ്മൾ എഴുതണം. എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ചിൽഡ്രൻ നോക്കൂ, മേലെ ഡേയും ഡേറ്റും എഴുതിയിട്ടുണ്ട്. താഴെയായിട്ട് 10 PM എന്ന് ടൈം എഴുതിയിട്ടുണ്ട്. ഇനി ഓരോ സെൻറ്റൻസും വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. താങ്ക് ഗോഡ് ഐ ആം സേഫ് ആൻഡ് ഹാപ്പി നൗ ഇൻ ദിസ് ന്യൂ ഹൗസ്, നീറ്റ് ആൻഡ് കംഫർട്ടബിൾ ആൻഡ് ഹാവ് ഹിയർ ഗുഡ് നെയ്ബേഴ്സ് ടു. ദൈവത്തിന് നന്ദി, നല്ല അയൽവാസികളും വൃത്തിയും ആശ്വാസവുമുള്ള പുതിയ വീട്ടിൽ ഞാനിപ്പോൾ സുരക്ഷിതനും സന്തോഷവാനുമാണ്. ഐ ഷുഡ് ബി താങ്ക്ഫുൾ ടു മൈ ഫ്രണ്ട്സ് ഫോർ അറേഞ്ചിങ് ദിസ് ഹൗസ് ഫോർ മീ. ഇങ്ങനൊരു വീട് എനിക്ക് വേണ്ടി തരപ്പെടുത്തി തന്നതിന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് കടപ്പെട്ടിരിക്കുന്നു. Yesterday I met death face to face. I can't ever forget those moments in my life. ഇന്നലെ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. ആ നിമിഷങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. When I heard the sound of something fall down, I never thought it could be a cobra. എന്തോ താഴെ വീഴുന്നതായി ശബ്ദം കേട്ടപ്പോൾ ഒരു പാമ്പായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. When I felt something hold on my arm and shoulder, who thought it was a death messenger? എന്തോ എൻ്റെ കയ്യിലും ഷോൾഡറിലുമായി പിടിച്ചതായി അനുഭവപ്പെട്ടപ്പോൾ അതൊരു മരണദൂതനായിരുന്നെന്ന് ആര് ചിന്തിച്ചു? ലക്കിലി ദ സ്നേക്ക് വാസ് ബ്യൂട്ടി കോൺഷ്യസ്. ഭാഗ്യത്തിന് ആ പാമ്പ് ഒരു സൗന്ദര്യബോധമുള്ളതായിരുന്നു. ബ്യൂട്ടി കോൺഷ്യസ് മീൻസ് സൗന്ദര്യബോധമുള്ള. സീയിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി ഇൻ ദ മിറർ ഓൺ മൈ ടേബിൾ, ഇറ്റ് ലെഫ്റ്റ് മീ. എൻ്റെ ടേബിളിന് മീതെയുള്ള കണ്ണാടിയിൽ അതിൻ്റെ തന്നെ സൗന്ദര്യം കണ്ടപ്പോൾ അതെന്നെ വിട്ടു. വാസ് ഐ സോ അഗ്ലി ഓർ വാസ് ദ സ്നേക്ക് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഇറ്റ് എക്സ്പെക്റ്റഡ്? ഞാൻ അത്രയും വിരൂപിയായിരുന്നോ അതോ അതിൻ്റെ പ്രതീക്ഷയേക്കാൾ അത് സൗന്ദര്യമുള്ളതായിരുന്നോ? എനി ഹൗ ദ മിറർ സേവ്ഡ് മൈ ലൈഫ് ആൻഡ് ഐ ഷുഡ് കീപ് വൺ ഹിയർ ടു. എന്തൊക്കെയായാലും ആ കണ്ണാടി എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇവിടെയും കൂടി ഒന്ന് വഹിക്കണം. ചിലർ രണ്ടാമത്തെ ഡയറിയിലോട്ട് പോകാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ലെസണുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡയറിയാണ്. എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. മുഴുവനായിട്ടും കാണുക. ചിൽഡ്രൻ, ക്വസ്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ വെക്കേഷൻ ക്ലാസ് ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ എന്നിവ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല +1-ൻ്റെയും +2-ൻ്റെയും ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാലും ഈ ചാനൽ നിങ്ങൾക്ക് ഉപയോഗമുള്ളതായിരിക്കും. അതുകൊണ്ട് പ്ലീസ് കീപ്പ് വാച്ചിങ്. The young man, Mr. John, was really obliged to the Trias, the surgeon, the landlady and the doctor for their timely help and giving him a fresh start. Imagine that he records his thoughts and feelings in his diary. What could be his diary entry? മിസ്റ്റർ ജോണിന് തന്നെ ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ച പോലീസ്, വീട്ടുടമസ്ഥ, ഡോക്ടർ എന്നീ മൂവരോടും വലിയ കടപ്പാടുണ്ട്. അയാളുടെ ചിന്തകളും വികാരങ്ങളും ഡയറിയിൽ എഴുതുകയാണ്. എന്തെല്ലാമായിരിക്കും അയാൾ ഡയറിയിൽ എഴുതുക? ഓക്കെ, നമുക്ക് നോക്കാം. ചിൽഡ്രൻ, മേലെ ഡേയും ഡേറ്റും താഴെ ടൈമും ഉണ്ട്. നമുക്ക് ഓരോ സെൻറ്റൻസ് നോക്കിയിട്ട് അർത്ഥം നോക്കാം. ഓ ഗോഡ്, ഹൗ മെർസിഫുൾ യു ആർ ആൻഡ് വാട്ട് എ ഫൂൾ ഐ ആം. ദൈവമേ, നീ എത്ര കരുണ നിറഞ്ഞവനും ഞാൻ എത്ര വിഡ്ഢിയുമാണ്.
I ran after the worldly pleasure carelessly, led a lavish life, gambled and lost everything. ഞാൻ അശ്രദ്ധനായി ലൗകികാനന്ദത്തിൻ്റെ പിന്നാലെ ഓടുകയും അത് ആർഭാട ജീവിതത്തിൽ നയിക്കുകയും ചൂതാട്ടം കളിച്ച് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. I forgot myself and my family and even became a thief. ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും മറന്നു, ഒരു കള്ളനാവുക പോലും ചെയ്തു. In utter desperation, I tried to end my life. വലിയ നിരാശയിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. The landlady, police surgeon and Dr. Cronin timely intervened and saved my life. ആ വീട്ടുടമസ്ഥയും പോലീസുകാരനും ഡോക്ടറും സമയത്തിന് ഇടപെട്ട് എൻ്റെ ജീവൻ രക്ഷിച്ചു. Hadn't they come, I would not have been here now to write this. അവർ വന്നില്ലായിരുന്നെങ്കിൽ ഇത് എഴുതാൻ ഞാനിവിടെ ഉണ്ടാവില്ലായിരിക്കും. How can I express my gratitude to them? ഞാൻ എങ്ങനെയാണ് അവരോട് നന്ദി പ്രകടിപ്പിക്കുക? The landlady offered me free boarding. ആ വീട്ടുടമസ്ഥ എനിക്ക് ഫ്രീ ആയിട്ട് താമസ സൗകര്യം തന്നു. The surgeon didn't report my crime. ആ പോലീസുകാരൻ എൻ്റെ കുറ്റം റിപ്പോർട്ട് ചെയ്തതുമില്ല. Dr. Cronin gave me as much money as I stole from the office shelf to replace there. ഡോക്ടർ ക്രോണിൻ ഞാൻ മോഷ്ടിച്ച അത്രയും തന്നെ പണം ഓഫീസിലേക്ക് തിരികെ എത്തിക്കാൻ എനിക്ക് തന്നു. വെൻ കൻ ഐ പേ ഓഫ് ദ ഡെപ്റ്റ്സ് ഐ ഓഫ് ടു ദം? എപ്പോഴാണ് എനിക്ക് ഈ കടങ്ങളെല്ലാം വീട്ടാൻ പറ്റുക? ഐ ഹാവ് ടു ഡു സംതിങ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദ ഡെലിൻക്വൻറ്റ് യൂത്ത് ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. കുറ്റം ചെയ്യാൻ ചായ്വുള്ള യുവാക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിലെ ക്ഷേമത്തിന് വേണ്ടിയും ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഡെലിൻക്വൻറ്റ് എന്ന് വെച്ചാൽ കുറ്റം ചെയ്യാൻ ചായ്വുള്ള എന്നാണ് അർത്ഥം. നമ്മൾ സമ്മറി പഠിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. A timely intervention of some helping hands gave me back my life. ചില സഹായഹസ്തങ്ങൾ സമയത്തിന് ഇടപെട്ടതുകൊണ്ട് എൻ്റെ ജീവൻ തിരികെ കിട്ടി. So I must be a helping hand to those who are in need. അതുകൊണ്ട് എന്തായാലും ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ സഹായഹസ്തമാവും. I pledge my remaining life for the charity services, thus I will pay my debts. എൻ്റെ ശേഷിച്ച ജീവിതം അത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളതായിരിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കടം വീട്ടും. ചിൽഡ്രൻ, ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകരിച്ചെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.